ചെക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരുടെ മാതാപിതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. എൻ്റെ പേര് ജിഷ എന്നാണ്. ഞാൻ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ കുറച്ച് മെസ്സേജുകൾ അയച്ചത് കുറച്ച് പേര് വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, ക്യൂരിയോസിറ്റി, എന്തൊക്കെയാ ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലെ? താമസിയാതെ തന്നെ അതിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഹഗ് ഇന്റർനാഷണൽ, ആ പേരിലെ തന്നെ ക്യൂട്ട്നെസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഹഗ്, ചേർത്ത് നിർത്തുക എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രാധാന്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മുടെ ഹഗ് ഇന്റർനാഷണൽ സിഇഒ അനീഷ് മോഹൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് വഴിയെ മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ കേരളത്തിലെ ഒരു നമ്പർ 1 ഇൻസ്പിരേഷണൽ ട്രെയിനറാണ് അനീഷ് സാർ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. കുറേ പേര് അത് അറിഞ്ഞു തന്നെയാണ് വന്നത്. കാരണം എന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ തന്നെ കുറെ പേര് എന്നോട് ചോദിച്ചു, നല്ല പരിചയമുണ്ടല്ലോ അനീഷ് മോഹൻ സാറിനെ എന്ന്. അപ്പൊ അതുപോലെ തന്നെ പലർക്കും പരിചയമുണ്ടാകും. ഇനി കൂടുതൽ അദ്ദേഹത്തെ നമുക്ക് അറിയാനും കഴിയും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കുട്ടികളായാലും വലിയവരായാലും ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും പല മേഖലകളിൽ കഴിവുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ തന്നെ പല മേഖലകളിൽ കഴിവുണ്ട്. ഈ കഴിവുകൾ തിരിച്ചറിയാൻ നമ്മൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ ആ കഴിവുകൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു ടീം ഹഗ്ഗിലുണ്ട്. അങ്ങനെ കൊച്ചു കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ നല്ല പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം, കുട്ടികൾ പലപ്പോഴും എഴുതാൻ തുടങ്ങുമ്പോൾ അവര് പറയും, എനിക്ക് കൈ വേദന എടുക്കുന്നു, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന്. നമ്മൾ വിചാരിക്കും അവര് മടി പറയുകയാണ്. ശരിക്കും അത് മടിയല്ല. കാരണം നമ്മളുടെ മക്കളുടെ വലിയ മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ 3 മാസം കഴിയുമ്പോൾ കമിഴ്ന്ന് വീഴുന്നതും പിന്നെ എഴയണതും പിന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നതും സ്റ്റെപ്പ് കയറുന്നതും ഓടുന്നതും ചാടുന്നതും. ഇവരുടെ ചെറിയ മസിൽസ് കുറെ കൂടെ കഴിയുമ്പോഴാണ് ഡെവലപ്പ് ആകുന്നത്. ആ ചെറിയ മസിൽസ് ഇവരുടെ വിരലുകളിലാണ്. അപ്പൊ ഈ വിരലിലെ മസിൽസ് ഡെവലപ്പ് ആയാലാണ് ഇവർക്ക് നല്ലതുപോലെ എഴുതാനും വരയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വിരലിലെ മസിൽസ് ഡെവലപ്പ് ആകണമെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കണം. ആ ആക്ടിവിറ്റീസ് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഏരിയ ആണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളികളിലൂടെ അവരുടെ വിരലിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ റൈറ്റിംഗ് സ്കില്ലും ഡ്രോയിങ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യും. അത് എങ്ങനെയുള്ള കളികളിലൂടെ കൊടുക്കണം? അവർക്ക് ഇഷ്ടമുള്ള കളികളിലൂടെ കൊടുക്കണം അല്ലെ? ഇത് അദ്ദേഹം അനീഷ് മോഹൻ സാർ ഇതിൽ കുറെ റിസർച്ചുകൾ നടത്തി. അദ്ദേഹം ഇത് ചെയ്യാനുള്ള കാരണം 4 വർഷം മുമ്പ് തുടങ്ങിയതാണ് ആ ഒരു റിസർച്ച്. അദ്ദേഹത്തിന്റെ മകൻ, ഞങ്ങൾ ലോക്കിന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ലോക്നാഥ്, വളരെയധികം സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ലോക്കിയുടെ ഏത് കഴിവാണ് ആ സ്ക്രീനിൽ നിന്നും ലോക്കിയെ മാറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യിക്കാൻ നോക്കുന്നത് അദ്ദേഹം കുറെ മനസ്സിലാക്കി റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചു. ലോക്കി നല്ല പോലെ വരയ്ക്കും. ദിവസവും ലോക്കി വരയ്ക്കുന്ന ഒരു പിക്ചറെങ്കിലും ഞങ്ങൾ കാണാതിരിക്കില്ല. മിനിമം ഒരു പിക്ചർ ലോക്കി ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോക്കിയുടെ ഇമാജിനേഷൻ, ലോക്കി കണ്ട കാര്യങ്ങള് എല്ലാം വെച്ച് ലോക്കി നല്ലതുപോലെ വരയ്ക്കും. ലോക്കി ഇപ്പൊ സ്ക്രീനിൽ നിന്നും അകന്നു. ലോക്കിയുടെ ലോകം എന്ന് പറയുന്നത് ആ ഒരു വരയാണ്. അത് എല്ലാരെയും കാണിക്കുക. അപ്പൊ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആസ് എ പാരന്റ്, ഞാൻ എന്റെ ആ ഒരു ചലഞ്ച്, അതായത് കുട്ടിയുടെ ആ ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ള ചലഞ്ച് സാറ് നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുത്തു. കുട്ടിയെ സ്കോൾഡ് ചെയ്യുകയോ ചെയ്തില്ല, കുട്ടിയിൽ പണിഷ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്. കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കാൻ, ഗൈഡ് ചെയ്യാൻ സാറിന് സാധിച്ചു. സാർ മറ്റുള്ള പാരന്റ്സിനും ഇതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കണം. സാറിന് എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടേത്. ഇതൊരു കോഴ്സായിട്ട് നടത്താനല്ല. ഇത് ഓരോ വീടുകളിലെയും ക്ലൈമറ്റ്, കുട്ടികൾ സ്ക്രീനിൽ ഇരിക്കുമ്പോൾ പാരന്റ്സ് ഷൗട്ട് ചെയ്യുന്നു, അവരെ ചില സമയത്ത് പണിഷ് ചെയ്യുന്നു, ആകെ വീട്ടിലെ ക്ലൈമറ്റ് മോശമാവുക. ആ വീട്ടിലെ ക്ലൈമറ്റ് മനോഹരമാക്കാനായിട്ട് എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെ മനോഹരമായ നല്ല ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കണമെന്ന് സാറിന് മനസ്സിൽ തോന്നി. അങ്ങനെയാണ് സാർ ഈ ആഗ്രഹം പറയുന്നത്. ഞങ്ങൾ കുറെ പേര് ഇതിന്റെ പുറകില് അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതിനുവേണ്ടി നമ്മളെ ക്രാഫ്റ്റിലേക്ക് നയിക്കുന്ന വളരെ, നിങ്ങൾ ആ ഒരു വെബിനാറിന്റെ ആ ഒരു പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാകും, നല്ല ചിരിയോടിരിക്കുന്ന 3 പേരും നല്ല ചിരിയോടിരിക്കുന്നതാണ്. അതിൽ ക്രാഫ്റ്റ് ട്രെയിനേഴ്സ് ആയ 2 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? അതായത് നമ്മുടെ ജസ്റ്റിൻ ജോസഫ് സാറും അരവിന്ദ് ആർ നായർ സാറും.
അവരുടെ ആ ചിരി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിരിയാ. അവരുടെ ഒരു ചെറിയ സെഷൻ, ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ 3 ദിവസത്തെ ഒരു ചെറിയ ക്രാഫ്റ്റിന്റെ സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിൽ എനിക്ക് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പൊ ഞാൻ അതിൽ കണ്ടത് അവര് കുട്ടികളുടെ ഹൃദയത്തിൽ തൊട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ജസ്റ്റിൻ ജോസഫ് സാർ സംസാരിച്ചത് നിങ്ങൾ ഇപ്പൊ കണ്ടു, അരവിന്ദ് സാർ സംസാരിച്ചത് നിങ്ങൾ കണ്ടു. അവര് കുട്ടികളെ കൊണ്ടുപോകുവാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പരിധികളും പരിമിതികളും ഒക്കെ ഓവർകം ചെയ്ത് കുട്ടികളും ഞങ്ങളും അവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഞങ്ങളും കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ആ ക്രാഫ്റ്റ് ചെയ്തു. ഞങ്ങളുടെ മനസ്സിലുണ്ടായ റിലാക്സേഷൻ, അമ്മമാര് കുട്ടികളുടെ കൂടെ തന്നെ ഇരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ക്രാഫ്റ്റിന്റെ സെഷൻസ് തുടങ്ങുമ്പോൾ. കാരണം അത് നിങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റം, കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം, അത് നിങ്ങളും തൊട്ടറിയണം, ഹൃദയം കൊണ്ട് തന്നെ തൊട്ടറിയണം. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഹൃദയം കൊണ്ടാണ് നമ്മൾ കണക്റ്റഡ് ആകാൻ പോകുന്നത്. ശ്രീദേവി മാമും രേഷ്മ മാമും നിഷ മാമും എല്ലാം നിങ്ങളോട് സംസാരിച്ച രീതി അത് തന്നെയാണ്. ഹൃദയത്തിലൂടെ ഒരു കണക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഹഗ്ഗിന്റെ പ്രത്യേകത. ഹഗ്ഗിലെ യുണീക്നെസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ ഒരു രീതിയിലാണ് കണക്ഷൻ ഉണ്ടാകുന്നത്. ഇത് ഒരു 10 ദിവസം ക്ലാസ് അല്ലെങ്കിൽ 5 ദിവസം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവല്ല, നമ്മൾ വീണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്ത് പോവുകയാണ്. കുട്ടികളിലെ പല വിധത്തിലുള്ള ബുദ്ധി വികാസം നടക്കുന്നുണ്ട്, പല ഏരിയയിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തും. കുട്ടികൾ ഈ ക്രാഫ്റ്റിൽ ജോയിൻ ചെയ്തവർ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് ഏരിയയിലാണ് കുട്ടിക്ക് കഴിവെന്നുള്ളത്. ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനായിരിക്കും, അതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ളതായിരിക്കും. ചിലപ്പോൾ അവർക്ക് ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിരിക്കും, പാറ്റേൺസ് കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവായിരിക്കും. അങ്ങനെ പല ഏരിയയിലും അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി, അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ആ കുട്ടി ഹയർ ക്ലാസ്സിലേക്ക് പോയി ഒരു വ്യക്തമായൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുകയുള്ളൂ. അത് നമുക്ക് ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി അത് നമുക്ക് വലിയ ക്ലാസ്സിൽ ചെന്നതിന് ശേഷം നമുക്ക് നോക്കാം അവൻ എന്താ കഴിവെന്ന്. ഒരിക്കലുമല്ല, ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ. ഈവൻ കുട്ടി ജനിച്ച് വീട്ടിൽ 3 വർഷമാണ് വീട്ടിലെ ഒരു ഏരിയയിൽ കഴിയുന്നത്, അവിടെ കഴിയുമ്പോൾ തുടങ്ങിയ പാരന്റ്സിനത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴും പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. അതുകൂടാതെ എക്സ്റ്റേണൽ സപ്പോർട്ടും വേണം. ഇപ്പൊ കുട്ടികളുടെ ഈ അഭിരുചികൾ കണ്ടെത്തി അവരെ മുന്നോട്ട് നയിക്കാനാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം. ഇതൊരു കോഴ്സ് ആയിട്ടല്ല, നമ്മളുടെ ഒരു ലൈഫ് ജേണി ആയിട്ട് വേണം കാണാൻ. എല്ലാരെയും ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഹഗ്ഗിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനെയും എല്ലാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അനീഷ് മോഹൻ സാറിനോടുള്ള സ്നേഹവും റെസ്പെക്റ്റും വളരെയധികം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞങ്ങൾ ഓരോരുത്തരും, കാരണം അത്രയും ഞങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഓരോരുത്തരോടും അദ്ദേഹം സംസാരിക്കും, നിങ്ങൾക്ക് അത് നേരിട്ട് കാണും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജിഷാമ ഫോർ ദ വാം വെൽക്കം. ജിഷാമ, ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച ജിഷാമ ഒരു മോണ്ടിസോറി ടീച്ചറാണ്. മോണ്ടിസോറി ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുമായിട്ട് ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മാമിന് കൃത്യമായിട്ട് പറയാൻ പറ്റും കുട്ടികളുടെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് ആ ചലഞ്ചസ് പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മാം വെൽക്കം ചെയ്തതിനുള്ള പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്, വെബിനാർ ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും വേഗം വേഗം സ്ക്രീനിൽ വന്നിട്ടൊന്ന് ചിരിച്ചു കാണിച്ച് നല്ല ചിരി ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ചീത്തയായിട്ട് സംസാരിക്കും. അതെ, അനൂജിന്റെ ചിരി കാണാൻ എന്താ രസം. കോൾഗേറ്റുകാർ കണ്ട അനുജിനെ പൊക്കിക്കൊണ്ട് പോകും പരസ്യത്തിന് വേണ്ടിയിട്ട്. അമിത്തെ എന്നാ ചിരി അമിത്തെ, സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലെ. സാവിയോ ഹായ്, കിടിലൻ ഒരു ക്ലാസ്. ആരോ വന്നിട്ട് ഒരു മിന്നായം പോലെ പോയല്ലോ ആരവേ. വന്നല്ലോ ആരവേ. റസിയ ഇർഷാദ് ടീച്ചർ, ടീച്ചറിന്റെ മോൻ ഹായ്. യെസ് അഖില, മുടിയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, റാണി രാഹുൽ ഹായ്. ഇത് കാണുന്ന പേര് ഞാൻ വായിക്കും കേട്ടോ. യെസ്, ആൽഡ്രിൻ കെ ബിജു ഹായ്. അതെ, മാമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ബിന്ദു പന്നപ്പൻ ഹായ് മാം. ഋഷികേഷ് AS, ഓക്കെ, അതിന് മുമ്പ് ഒരു ഐയും കൂടി ഉണ്ടെങ്കിൽ ഋഷികേഷ് IAS പോളി. ഓക്കെ ഫൈൻ. അപ്പം എല്ലാവരെയും ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ സാധിച്ച സന്തോഷം. എല്ലാവരും വിളിക്കാനുള്ള സമയക്കുറവാണ്. എല്ലാവരെയും വിളിച്ചായിട്ട് അങ്ങ് സങ്കല്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങളെ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ ആണോ? ഓക്കെ. ആ അപ്പൊ നമുക്ക് ചാറ്റ് ബോക്സ് സംഭവം, ഈ ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അച്ഛനോടും അമ്മയോടും നിർബന്ധമായിട്ടും പറയണം ഈ സെഷൻ തീരുന്നോടം വരെ എൻ്റെ ഒപ്പം ഇരിക്കണം എന്ന്. ഈ സെഷൻ തീരുന്നോടം വരെ എൻ്റെ ഒപ്പം ഇരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് വേണ്ടി പറയുന്ന കാര്യം എന്ന് പറയണം. ഓക്കെ ആണോ? തലയാട്ടിയാൽ മതി. എസ് എന്നാണെങ്കിൽ ഇങ്ങനെയാട്ടു. ഇങ്ങനെയല്ല എൻ്റെ ഋഷികേഷ്, അതുപോലെ സർക്കസിൽ ആനയാട്ടുന്ന ഇങ്ങനെയാട്ടും.
യെസ് എന്നാണെങ്കിൽ ഇങ്ങനെ തലയാട്ടുക, നോ എന്നാണെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി ഇല്ലേ, സുരേഷ് ഗോപി സാറിന് അറിയത്തില്ലേ, അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആട്ടിയാൽ മതി. ഓക്കെ, ആ ഫൈൻ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന അമ്മയാണോ അച്ഛനാണോ അവർക്ക് കവളത്തിൽ ഒറ്റ ഉമ്മയും കൊടുത്തേ, വേഗം ഒരു ഉമ്മ കൊടുത്തേ. ഇന്ന് ഈ ക്ലാസ്സിൽ എന്നെ ഇരുത്തിയേന് എനിക്ക് വേണ്ടി ഇത്രയും സമയം എന്താ അനന്തകൃഷ്ണൻ ഫ്ലൈയിങ് കിസ് ആയ അനന്തകൃഷ്ണ, നേരിട്ട് ഉമ്മ കൊടുത്തേ, നേരിട്ട് ഉമ്മ കൊടുത്തേ, നേരിട്ട് ഉമ്മ കൊടുത്തേ, നേരിട്ട് ഉമ്മ കൊടുത്തേ, പെട്ടെന്ന് ആയിക്കോട്ടെ, കൊടുത്ത് കവളത്ത് ഉമ്മ കൊടുക്കും, പെട്ടെന്ന് കൊടുത്തു. കണ്ട ആരും ചാടി ഉമ്മ കൊടുക്കുന്നു. ഓക്കെ ഫൈൻ. ആ വെരി ഗുഡ് വെരി ഗുഡ്. അമ്മ എന്തിനാ ഉമ്മ കൊടുത്തേ? നന്ദി പറയണം. എന്തിന്? എനിക്ക് വേണ്ടി അമ്മ ഈ സമയം ഇരിക്കുന്നതിന് നന്ദി പറയണം. അതിന് വേണ്ടിയിട്ട് അഖില കൊടുത്തോ ഉമ്മ? ഉമ്മ കിട്ടാതെ ഏതെങ്കിലും രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മേടിപ്പിച്ചു തരാം. ഓക്കെ, ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഒരു ഹഗ് എന്നാണ്, പക്ഷെ ഇവിടുത്തെ മെയിൻ പരിപാടി കിസ്സാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നോക്കുമായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇട്ടിരിക്കുന്ന കാര്യം സ്ക്രീൻ അഡിക്ഷൻ ആണ്. സ്ക്രീൻ അഡിക്ഷൻ ആണ്. ആണോ? വീട്ടിൽ പ്രശ്നമാണോ? മൊത്തത്തിൽ പ്രശ്നമാണോ? ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമാണോ? എന്നാ തോന്നുന്നു? നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ലേസം എന്ന് ടൈപ്പ് ചെയ്യണേ. ഈ 3 കുരങ്ങന്മാരെ കണ്ടേ? ഈ 3 കുരങ്ങന്മാരെ കണ്ടുള്ള ചാറ്റ് ബോക്സിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യും. 3 കുരങ്ങന്മാരെ ഉണ്ടോ? ഈ 3 കുരങ്ങന്മാർ മെസ്സേജ് നൽകുന്നുണ്ടേ. കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കാണരുത്. കണ്ടിട്ടുണ്ട്. എത്ര പേര് കണ്ടു നോക്കട്ടെ. റാണി രാഹുൽ കണ്ടിട്ടുണ്ട്, അമിത് കണ്ടിട്ടുണ്ട്. യെസ് യെസ് യെസ്. ഇപ്പൊ ഈ 3 കുരങ്ങന്മാരിന് ഒരു സഹോദരനും കൂടെ ഉണ്ടായത്രേ. അതായത് 4മതൊരു കുരങ്ങനോട് വന്നു. ആ കുരങ്ങനെ ഒന്ന് കാണണോ? കാണണോ? ആ കുരങ്ങനാണ് ദാണ്ടിയത്. ആ പുള്ളിയുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ആരെയും കാണുന്നില്ല, ആരെയും കേൾക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, പുള്ളിയുടേതായ ലോകത്ത് പോയിരിക്കുക. രക്ഷകർത്താക്കളോടാണ് ചോദ്യം. സത്യം പറയണം, എന്റെ കൊച്ചു മിക്കവാറും സമയത്ത് ഫോണിലാണ്. എന്റെ കൊച്ചിന് ഒരു സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അവന് വല്ലതും കഴിക്കണമെങ്കിൽ ഡോറായും ബുജിയും വേണം. ഡോറായും ബുജിയാണ് പുതിയ ഏതൊക്കെയാണ് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ടി വി നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. കാർട്ടൂണുകളുടെ പേരൊന്നും എനിക്ക് പറയത്തില്ല. ഞങ്ങൾ ടി വി വേണ്ടാന്ന് വെച്ചു. അത് നല്ലൊരു തീരുമാനമായി മാറി എന്നുള്ളതാണ്. ചാറ്റ് ബോക്സിൽ ഐ എന്ന് ടൈപ്പ് ചെയ്തേ. എന്റെ കൊച്ചു ഫോൺ ഉപയോഗം വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. കണ്ണ് വെട്ടി അപ്പ ഫോൺ എടുത്ത് കാർട്ടൂൺ കാഴ്ചയാണ്, ഗെയിം കളിയാണ്. പോട്ടെ അയ്യോ അയ്യോ അയ്യോ, പോട്ടെ നിറയട്ടെ. ഇത് ഒരു തമാശ സംഭവമായി ദയവ് ഇത് കാണരുതേ എന്ന് നിങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന AI യുഗത്തിലാണ്. ടെക്നോളജി വേണം. മൊബൈൽ ഫോൺ ഇല്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്ത് മേടിക്കണമെങ്കിലും നമുക്കിന്ന് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. എന്തിനേറെ പറയുന്നത്, തീപ്പെട്ടി മേടിക്കണമെങ്കിലും മെഴുകുതിരി മേടിക്കണമെങ്കിൽ വരെ ബ്ലിങ്കിറ്റ് വരെ വേണം. സിനിമ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ബുക്ക് മൈ ഷോ വേണം. അല്ല, എന്ത് ആവശ്യം നമുക്ക് മൊബൈൽ ഫോൺ വേണം. പക്ഷെ അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം, അല്ലെ? ഈ നല്ല രീതിയിൽ വിനിയോഗിക്കാത്ത വലിയ ഇഷ്യൂ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വി എന്ന് ടൈപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യുക. അതൊരു അസുഖം തന്നെയാണ്. അതിന്റെ പേര് വെർച്വൽ ഓട്ടിസം എന്നാണ്. വെർച്വൽ ഓട്ടിസം. നമുക്ക് എല്ലാവർക്കും ഓട്ടിസം എന്നുള്ളൊരു അസുഖത്തെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കുറിച്ച് നല്ല പരിചയം ഉണ്ടാകാം. പക്ഷെ വെർച്വൽ ഓട്ടിസം കേട്ടിട്ടുള്ളവർ ചാറ്റ് ബോക്സിൽ വി എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാത്തൊരു ലെറ്റർ എൻ എനിക്കറിയില്ല, നോ, എൻ ടൈപ്പ് ചെയ്യുക. ക്വിക്ക്, പെട്ടെന്നായിക്കോട്ടെ. വി എൻ പോരട്ടെ. വി കുറച്ചു പേര് എൻ. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും അവെയർ ആകണേ. എല്ലാ രക്ഷകർത്താക്കളും, എല്ലാ ടീച്ചേഴ്സും ഇതിനെക്കുറിച്ച് അവെയർ ആകേണ്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി മജോറിറ്റി ആൾക്കാരും കേട്ടിട്ടുണ്ട്. വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ശരിക്കും അത് ബൂം ചെയ്തത് നമ്മുടെ ഈ കോവിഡ് സമയത്തോടു കൂടിയാണെന്നാണ് സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത്. കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് ചെറിയ ക്ലാസ് മുതൽ സ്ക്രീൻ ഉപയോഗം കൂടി അവരിൽ ചില സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങിയത്രേ. എന്തൊക്കെയാണ് സ്വഭാവം എന്ന് വെച്ചാൽ, ഹൈപ്പർ ആക്ടിവിറ്റി, പിരിവിരിപ്പെന്ന് പറഞ്ഞാൽ പിരിവിരിപ്പ്, ഭയങ്കര ദേഷ്യം, ഇൻഎബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, ഒന്നിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ പോലും ശ്രദ്ധയില്ല. നമ്മൾ തൊട്ട് പുറകെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ചോദിച്ചാലും അമ്മ എല്ലാം പറഞ്ഞാ, എന്നോട് പറഞ്ഞ എന്നൊക്കെ ചോദിക്കുന്ന, അവർക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ആ ശ്രദ്ധ കിട്ടാതെ വരുന്ന അവസ്ഥ. ആബ്സെൻസ് ഓഫ് എന്തൂസിയാസം. ഫോൺ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാർട്ടൂൺ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മറ്റു കാര്യങ്ങളോട് ചോദിക്കുമ്പോൾ താല്പര്യക്കുറവ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ഒരു പരിചയമുള്ള ഒരു ടീച്ചർ പറഞ്ഞ, ടൂറ് പോകാൻ വേണ്ടി വിളിച്ചിട്ട് മക്കള് പോകുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്, ഞങ്ങൾ യൂട്യൂബിൽ കണ്ടോളാന്ന്. കാരണം അവിടെ വന്നാൽ കൊതുകടി കൊള്ളണം, അവിടുത്തെ മണമൊക്കെ അടിക്കണം. ഇതാകുമ്പോൾ യൂട്യൂബിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് നല്ല 4K വീഡിയോ കാണാം. എങ്ങനെയുണ്ട്? സ്പീച്ച് ഡിലേ. സാധാരണ കുട്ടി പറയുന്നേക്കാളും ഡിലേ ആയിട്ട് സംസാരിച്ചു കൊടുക്കുക, ഇന്ററാക്ഷൻ കുറയുക, ഇറിറ്റേറ്റബിലിറ്റി, എപ്പോഴും ഇങ്ങനെ ദേഷ്യം, കലിപ്പ് സാധനങ്ങൾ, കൊഗ്നീഷൻ, അതായത് സാധാരണ മൈൽ സ്റ്റോൺസ് ഒന്നും പ്രോപ്പർ ആയിട്ട് വരാതിരിക്കുക,
ഈ വരുന്ന ചലഞ്ചസ് ഒക്കെ വെർച്വൽ ഓട്ടിസത്തിന്റെ ഭാഗമാണ്. ഇത് സാധാ ഓട്ടിസം പോലെ അല്ല, നമ്മൾ വരുത്തി വെച്ചതാണ്. ഇതുപോലുള്ള സിംറ്റംസ് ഉള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തലയാട്ടും തലയാട്ടും തലയാട്ടും. കലിപ്പ്, കട്ടക്കലിപ്പ്, കഥ കടിക്കുക, നെഞ്ചത്ത് മറ്റേ ആസിഡോള് ടിൻ ടിൻ, എന്നെ തവിട് കൊടുത്ത് മേടിച്ചാണോ, എന്നെ കടകാട്ട് മേടിച്ചാണോ, ഞാൻ നിങ്ങളുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുക, മൊത്തത്തിൽ എല്ലാത്തിനോടും ദേഷ്യം, എറിഞ്ഞൊടിക്കുക. ഫുഡ്, എനിക്ക് KFC തന്നെ വേണം, എനിക്ക് ബർഗർ തന്നെ വേണം, എനിക്ക് വേണ്ട ഇഡലി, എടുത്തോണ്ട് പോ ഇഡലി, കഞ്ഞിയും പയറും എടുത്തോണ്ട് പോ. കണ്ട ആടന്റെ മമ്മ കണ്ട നിന്നെ കുറിച്ച് പറയുന്നില്ല, കേട്ടോ കേട്ടോ പറയുന്നുണ്ട്. അത് തന്നെ, ഇത് മൊത്തത്തിലുള്ള അവസ്ഥയാ. അപ്പൊ ഇങ്ങനെയുള്ള കലിപ്പ കാര്യങ്ങളിലേക്കൊക്കെ ഇവർ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് വെർച്വൽ ഓട്ടിസം ആകാം. ആണെന്നല്ല, ആകാം. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. ഞാൻ ഈ പറഞ്ഞ ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് വെച്ചേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. തംസപ്പ്. പോരട്ടെ 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 എല്ലാവരും. ജിഷാമാം തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആകാൻ അതിൻ്റെതായ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെറുപ്പം മുതലേ ശ്രദ്ധിച്ചു നമ്മൾ ചെയ്യണം. അത് ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കാണും, ജീവിതത്തിൽ ഫെയിലർ ആയി പോകും. നമ്മുടെ ബ്രെയിനെ 2 ഭാഗമുണ്ട്. എത്ര ഭാഗമുണ്ട്? ഏതൊക്കെയാ ഭാഗങ്ങള്? ലെഫ്റ്റും റൈറ്റും. ഈ ലെഫ്റ്റിനും റൈറ്റിനും 2 ഫംഗ്ഷനാണ്. ഓക്കെ, നിങ്ങളുടെ ഇടത് കൈ എടുത്തിട്ട് ഇവിടെ ഒറ്റ അടി കൊടുത്തേ. പതി അടിച്ചാൽ മതിയെ, സ്വന്തം തലക്കട്ടെ, അമ്മയ്ക്കട്ടല്ല. അടിച്ച് പറഞ്ഞേ, അടിച്ചോ. ആരാണ് അടിക്കടി ആരണേ പറഞ്ഞേ? എന്നിട്ട് പറ, സോറി അതെന്റെ റൈറ്റ് ബ്രെയിൻ അടിച്ചെന്ന് പറഞ്ഞേ. കാരണം ഈ ഇടത് കൈ നിയന്ത്രിച്ച ആരാ? റൈറ്റ് ബ്രെയിനാ. അറിയാലോ. അപ്പൊ വലത് കൈ എടുത്ത് സ്വന്തം തലക്കട ഒന്നൊരു ഇടിച്ച് ചുമ്മാ പതി അടിക്കാവല്ലേ, വേദനിക്കാൻ വേണ്ടിയില്ല, തട്ടിക്കേ. ഇതിപ്പോ ആരാ നിയന്ത്രിച്ചേ? ആരാ? ലെഫ്റ്റ് ബ്രെയിനാ. അറിയാലോ. 2 സൈഡും. ഈ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും 2 ഫംഗ്ഷൻ ആട്ടോ, 2 പണികളാ. ഒരേപോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ വ്യത്യസ്തമായ 2 ഭാഗങ്ങളുണ്ട്. ആ വ്യത്യസ്തമായ ഭാഗങ്ങൾ നിങ്ങൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിക്കോ. ലെഫ്റ്റ് ബ്രെയിനിലാണ് ലോജിക്കൽ പാർട്ട് നടക്കുന്നത്. ലോജിക്കൽ സയൻസ് വർക്ക് ചെയ്യുന്ന ലെഫ്റ്റ് ബ്രെയിനിലാണ്. സെൻസ് ഓഫ് ടൈം, ലാംഗ്വേജ് ഒക്കെ പ്രോസസ് ചെയ്യുന്ന ലെഫ്റ്റിലാണ്. റൈറ്റിന്റെ മെയിൻ പണിയൊക്കെ എന്തൊക്കെയാ ഉള്ളത്? ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആർട്ട്, കല, ഇൻഡ്യൂഷൻ, ഇമാജിനേഷൻ, ഇതെല്ലാം കിടക്കുന്ന റൈറ്റിലാണ്. ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾ ലെഫ്റ്റിൽ നോക്കിയാൽ ലെഫ്റ്റിൽ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ഓർഡറിലാക്കാനുള്ള കഴിവ്, ലീനിയർ ആയിട്ട് ലോജിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, നമ്പർ ഓർക്കാനുള്ള കഴിവൊക്കെ ലെഫ്റ്റ് ആണ്. ഇമാജിനേഷൻ ഉള്ള കഴിവും ഇമോഷൻ, ശ്രദ്ധിച്ചോണേ, ഇമോഷനും ഇൻഡ്യൂഷനും ക്രിയേറ്റീവ് ആകുക, ഇതൊക്കെ റൈറ്റ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ഡെവലപ്പ് ആകുന്ന ലെഫ്റ്റ് ബ്രെയിൻ ആണോ റൈറ്റ് ബ്രെയിൻ ആണോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ, പെട്ടെന്ന് ആയിക്കോട്ടെ. എൽ ഓർ ആർ ടൈപ്പ് ചെയ്തേ. സ്കൂളിലെ പഠനത്തിൽ നമുക്ക് ഏത് ഭാഗമായിരിക്കും കൂടുതൽ ലൈവ് ആകുന്നത്? എൽ. മോളെ അല്ല കേട്ടോ, 6 പറഞ്ഞുതരാം. അഹാന റൈറ്റ് അല്ല, ലെഫ്റ്റ് ആണ്. കാരണം നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ, നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഈ ഭാഗമാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. നിങ്ങൾ ക്രാഫ്റ്റ് പഠിക്കുകയോ ആർട്ട് പഠിക്കുകയോ സ്പോർട്സ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഭാഗം ആക്റ്റീവ് ആകും. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ് പോലുള്ള കാര്യങ്ങൾക്കാണ്. യെസ് ഓർ നോ? അവിടെ നിങ്ങൾ ഡെവലപ്പ് ആയാൽ, ഇവിടെ ഇരിക്കുന്ന ദീപ് മോൻ ഈ ലെഫ്റ്റ് ബ്രെയിനെ തന്നെ ആക്റ്റീവ് ആക്കിയാൽ ദീപ് മോന് നല്ലൊരു ഡോക്ടർ ആകാൻ പറ്റും. പക്ഷേ മനുഷ്യപ്പറ്റുള്ള ഡോക്ടർ ആകണമെങ്കിൽ റൈറ്റ് ബ്രെയിനൂടെ ആക്റ്റീവ് ആയിരിക്കണം. ഈസ് ദാറ്റ് ക്ലിയർ? തലയാട്ട്. മനസ്സിലായോ ജേന? ജോസഫ് ജോൺ മനസ്സിലായോ? ഈ 2 റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ്. കാരണം ഇമോഷൻ കിടക്കുന്ന എവിടെയാ? ഇൻഡ്യൂഷൻ എവിടെയാ? ക്രിയേറ്റിവിറ്റി എവിടെയാ? റൈറ്റില. അപ്പൊ നമുക്കിത് 2 അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ചില പേരൻസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ചില കുട്ടികളെ കൊണ്ട് ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇതിനെ മാറി എഴുതിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ജപ്പാനിലെ സ്റ്റഡി രീതിയൊക്കെ നോക്കിയാൽ 2 ഹാൻഡും ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യും. അവർ ഈ റുബിക്സ് ക്യൂബ്, സുഡോക്കോ ഇങ്ങനെയുള്ള ബ്രെയിൻ ജിമ്മുകള്, ബ്രെയിൻ ഡെവലപ്മെന്റ് എക്സസൈസുകളൊക്കെ ചെറു പ്രായത്തിൽ കൊടുത്ത് കുട്ടികളുടെ 2 ബ്രെയിനും ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ നമുക്ക് ലെഫ്റ്റ് മാത്രം വരെ റൈറ്റ് ബ്രെയിൻ 2 ഭാഗം ആക്റ്റീവ് ആക്കണം. ക്ലിയർ ആയെങ്കിൽ തംസപ്പ് വെച്ചേ. പോരട്ടെ. വെച്ച്. നിങ്ങൾ റൈറ്റ് ബ്രെയിനെ പ്രോപ്പർ ആയിട്ട് ചെറിയ കാലം മുതൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ,
ഒന്ന് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. ക്രിയേറ്റിവിറ്റി കുറയും, ഇമോഷൻസ് അധികം കാണില്ല, പുവർ സ്പേഷ്യൽ റീസണിങ് ആയിരിക്കും. ടെസ്റ്റിലൊക്കെ ടോപ്പ് ആയിരിക്കും, സിവിൽ സർവീസ് എടുത്തെന്ന് വരാം. പക്ഷെ ഈ ഇമോഷൻ ഭാഗം വീക്കായി. നമുക്ക് ഇത് രണ്ടും വേണം. നമുക്ക് മനുഷ്യപ്പറ്റുള്ള ഡോക്ടർമാരും മനുഷ്യപ്പറ്റുള്ള എഞ്ചിനീയേഴ്സും ബിസിനസ്സുകാരും എല്ലാവരും ഉണ്ടാകണം. വേണ്ടേ? വേണ്ടേ? അതിനാണ്, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ആർട്ട്, ക്രാഫ്റ്റ്, മ്യൂസിക്, ഡാൻസ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ. രണ്ട് പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് രണ്ടു തരം മസിൽസ് ഉണ്ട്, രണ്ടു തരം മൂവ്മെന്റുകളുണ്ട്. മോട്ടോർ എന്ന് പറയും, ഫൈൻ മോട്ടോർ സ്കില്ലും ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയും. ഗ്രോസ് മോട്ടറും ഫൈൻ മോട്ടറും. ഈ ഗ്രോസ് മോട്ടർ എന്ന് വെച്ചാൽ, നിങ്ങൾ സൈക്കിൾ ഓട്ടുന്നത് എത്ര പേരുണ്ട്? കൈ പൊക്കിക്കേ, സൈക്കിൾ ഓട്ടുന്നവര്. മിടുക്കര് വെള്ള ഈ പ്രായത്തിന് സൈക്കിൾ ഓട്ടുമ്പോൾ നമ്മുടെ വലിയ മസിൽസ് ഒക്കെ വർക്ക് ചെയ്യും അല്ലെ? കൈയും കാലും ഒക്കെ എടുത്ത് ഫുൾ അല്ലേ വർക്ക് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ തയ്ക്കുവാന്ന് വെച്ചോ, സൂചി നൂലും കോർത്ത് വെച്ച് തയ്ക്കുവാന്ന് വിചാരിച്ചു, അല്ലെ സ്കെയിലും പെൻസിലും വെച്ച് വരയ്ക്കുവാന്ന് വെച്ചോ, അന്നേരം നമുക്ക് വേണ്ട നമ്മുടെ ഫൈൻ മോട്ടോർ, അതായത് നമ്മുടെ ഈ വിരലിന്റെ തുമ്പക്കില്ല, വിരലിന്റെ തുമ്പ്, ഇവിടുത്തെ മസിലൊക്കെ വർക്ക് ചെയ്യണം. നമ്മുടെ ജിഷാമാമെന്ന് എഴുതിയിട്ട് കണ്ടായിരുന്നോ? ചില കുട്ടികളുണ്ട്, കുറച്ച് എഴുതുമ്പോൾ തന്നെ കൈ അങ്ങ് മരപ്പ, അമ്മ എനിക്ക് കൈ മരച്ചു, എനിക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ? ഈ ഫൈൻ മോട്ടോർ സ്കില്ല് കുറവായതുകൊണ്ടാണ്. അത് ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞുനാളിൽ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം കിട്ടി, ഇവിടെ ഇരിക്കുന്ന ജോളിമാമും ജയശ്രീമാമും ഒക്കെ ഭാഗ്യം കിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ പുൽക്കൂട് ഉണ്ടാക്കിയതും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതും അത്തപ്പൂക്കളം ഉണ്ടാക്കിയതും ഞങ്ങൾ കൈകൾ കൊണ്ടാണ്. അതിനകത്ത് എല്ലാ സാധനവും നമ്മൾ തന്നെ കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു. ഞങ്ങൾ മണ്ണപ്പം ചുണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, മണ്ണ കൊണ്ട് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ തീർ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞ സാധനമൊന്നും അന്നില്ല. ഞങ്ങൾ ഒട്ടുപാലും കൊണ്ട് ഈ ബോളിങ് സാധനം ഇങ്ങനെ വട്ടം ചുറ്റി എടുത്തിട്ടുണ്ട്. ഓല കൊണ്ട് ഞങ്ങൾ പന്തുണ്ടാക്കി കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ഫൈൻ മോട്ടോർസ് മസിൽസ് ഒക്കെ ആക്റ്റീവായി മാറി. ഇന്ന് നിർഭാഗ്യവശാൽ ഇത് അധികം കിട്ടാതെ വരുന്നത് കൊണ്ട് നമ്മുടെ ഈ കുട്ടികളുടെ ഈ ഫിംഗേഴ്സ് ഈ ഫൈൻ മസിൽസ്, അതായത് ചെറിയ മസിൽസ് വർക്ക് ചെയ്യാതായി പോയി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചാണേ, അത് നിങ്ങൾ വിശ്വസിക്കും. എനിക്ക് റാങ്ക് ഉണ്ട്, 4ാം റാങ്ക്. അത് ഉള്ള റാങ്ക് ഒക്കെ ഉണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിച്ച, എന്നോടൊപ്പം പഠിച്ച് എന്റെ തൊട്ട് താഴത്തെ അതായത് എന്റെ ക്ലാസ്സിൽ 3ാം സ്ഥാനത്ത് വന്നൊരു ഫ്രണ്ട് ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്നറിയോ? സ്കെയിലും പെൻസിലും വെച്ച് വരയ്ക്കാൻ അറിയത്തില്ല. 21 വയസ്സിലെ സ്കെയിലും പെൻസിലും വരയ്ക്കുമ്പോൾ ചെരിഞ്ഞെരിഞ്ഞു പോകും. ഡ്രോയിങ് കേൾക്കുമ്പോഴേ ദേഷ്യം ആൾക്ക്. ഡ്രോയിങ് ഇഷ്ടമല്ല. അതിന്റെ കാര്യം വെച്ചാൽ ഈ സംഭവം കറക്റ്റ് ആയില്ല ചെറുപ്പത്തിലെ. എന്റെ വൈഫ് +2 ടീച്ചറാ. എന്റെ വൈഫ് പറഞ്ഞേ, ഇപ്പോഴും കോമ്പസ് ഇല്ലേ, കോമ്പസ്, ഇത് വെച്ച് വരച്ചാൽ വൃത്താകാത്ത, വരയ്ക്കാൻ അറിയാൻ മേലത്തെ പിള്ളേരുണ്ട് +1 +2. ഇപ്പൊ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ടാ. അത് ചെറുപ്പത്തിലെ പഠിപ്പിച്ചെടുക്കണം. നിങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ലേണിംഗ് ഡിസബിലിറ്റി അതിലെ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ജസ്റ്റിൻ സാറെ നമ്മുടെ ആക്ടിവിറ്റി ഒന്ന് റെഡിയാക്കണേ. ഡിസ്പ്രാക്സിയ, പെന്റെ ഡിസ്പ്രാക്സിയ. ഈ ഡിസ്പ്രാക്സിയ എന്താന്ന് വെച്ചാല് ശ്രദ്ധിച്ചു കേട്ടണം. ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ ഒരു സംഭവമുണ്ട്. കൈയും കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം. ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണ് എവിടെ എത്തുന്നു അവിടെ കൈ എത്തണം. ഈ ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികളുടെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഹാൻഡ് ഐ കോർഡിനേഷൻ കുറവാണ്. അവർക്ക് കാര്യങ്ങൾ 2D ആയിട്ടായിരിക്കും കാണുന്നത്, അവർക്ക് ഡെപ്ത് കാണാൻ പറ്റില്ല. ഒരു ഉദാഹരണം, ഈ ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം അവർക്ക് സ്റ്റെപ്പിന്റെ ആഴം അളക്കാൻ പറ്റത്തില്ല. അവർക്ക് സൂചിയും നൂലും കോർക്കാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് എത്തത്തില്ല. നമുക്കൊരു ടാസ്ക് ചെയ്യാം. എല്ലാവരും കയ്യിലുള്ള, ഇപ്പൊ എല്ലാവരും ഓടണ്ട, ഒരു പേനയും ക്യാപ്പുള്ള പേന ഉള്ളവരെല്ലാം എടുക്കാവോ? ക്യാപ്പുള്ള പേന ഉള്ളവരെല്ലാം ഒന്ന് വേഗം എടുക്കാവോ? നമുക്ക് ഈ ആക്ടിവിറ്റി ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ അത് ചെയ്ത് കാണിക്കും. എല്ലാവരും ഒരു ക്യാപ്പുള്ള പേന എടുക്കുക. ജസ്റ്റിൻ ചേട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? എല്ലാരും ഒരു ക്യാപ്പുള്ള ഒരു പേന എടുക്കാവോ? സാർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പേന വേണ്ട, ഇങ്ങനെ. ഞാൻ എന്റെ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എടുത്തവരെല്ലാം യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുവോ? റെഡി ആയിട്ടുള്ളവര്? ഇല്ലാത്തവര് വിഷമിക്കേണ്ട, അത് കണ്ടാൽ മതി. അടുത്തുള്ളവർ ഓടിപ്പ് എടുത്തിടുക, ഇല്ലാത്തവർ ഇന്ന് കണ്ടോളൂ. മുതിർന്നവർ ഇത് ചെയ്തു നോക്കി കേട്ടോ. ഓക്കെ, നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകത, ഹാൻഡ് ഐ കോർഡിനേഷന്റെ കണ്ണിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, അപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഉള്ളവരൊന്ന് ഒരു കാര്യം ചെയ്തേ, ഇത് കണ്ടോ, ഇങ്ങനെ പിടിച്ചേ. നിങ്ങളുടെ പേന രണ്ടായി പിടിച്ചാ
എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കണ്ണ്, അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഇടത് കണ്ണ് അടയ്ക്കാം. ഇടത് കണ്ണ് അടയ്ക്കാം. ഇടത് കണ്ണ് അടച്ചിട്ട് നിങ്ങൾ ഈ പേനയെ ഈ ക്യാപ്പിൽ, തുറന്നു വെച്ചിരിക്കുന്ന ക്യാപ്പിലേക്ക് മറ്റേ പേന ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കേ. വളരെ നോർമൽ. അമിത്തെ അത് കള്ളക്കളി അങ്ങനെയല്ല, ശ്രദ്ധിച്ചു കേക്ക്. ഞാനിവിടെ കൂടാവേ. അമിത്ത് ആളും മിടുക്കനാണല്ലോ. ഓക്കെ. നിങ്ങൾ കൈ ഇങ്ങനെ അകത്തി പിടിച്ച് ജസ്റ്റിൻ സാർ പിടിക്കുന്നത്, ജസ്റ്റിൻ സാർ അകത്തി പിടിച്ച് അകലട്ടെ. എന്നിട്ട് സ്ലോ മോഷനിലല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ ആ കാണുന്ന കാഴ്ച ഒരു ഒറ്റ കയറ്റി കയറ്റണം, അല്ലാതെ ഇങ്ങനെ പതിയെ കൊണ്ടേ കയറ്റല്ല. ഒരു കണ്ണ് പൂർണ്ണമായിട്ട് അടച്ച്, അമിത്തെ മറ്റേ കണ്ണ് അടച്ചു പിടിക്ക്, കള്ളത്തരം കാണിക്കാതെ. എന്റെ അമിത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളം ഞാനാ. എന്റെ അടുത്ത് കള്ളത്തരോ. ഓക്കെ. അപ്പൊ നേരെ പിടിച്ചിട്ട് ഒറ്റയടിക്ക് കയറ്റാൻ നോക്കിക്കേ. കമാൺ, റെഡി, 1 2 3 കമാൺ. ജയശ്രീ മേഡം പാളിപ്പോയല്ലോ ജയശ്രീ ടീച്ചറെ. അഖില അഖില അങ്ങനെയല്ല, അകത്തേക്ക് നേരെ പിടിച്ച് ഇങ്ങനല്ലേ ദേഹത്തിൽ അകത്തി പിടിച്ച് ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് എന്നിട്ട് ഒറ്റ കയറ്റി കയറ്റാൻ നോക്കിക്കേ. റെഡി, 1 2 3 കമാൺ. മോളെ വിഭവം നടന്നില്ല മോളെ, സാരയില്ല. അത് അമ്മയ്ക്ക് വിശ്വാസമില്ല വിഭവയുടെ കണ്ണടച്ച് പിടിച്ചേക്കുന്നു. ഓക്കെ, പോരട്ടെ. ജിയാന മരിയ അതിന്റെ അടുത്തുകൊണ്ട് മുട്ടിച്ചു വെച്ചിട്ട് വെക്കാല്ല, അകത്തിട്ട് ചെയ്തേ. ഓക്കെ, ഫൈൻ. നിഹാരിയ സന്തോഷ, സത്യസന്ധതയുടെ പര്യായം. നിഹാരി ഒന്ന് കാണിച്ചു. നിഹാരിയ റെഡി, അകത്ത് പിടിക്കുക, അടുപ്പിച്ച് പിടിക്കാല്ല, അകത്ത് പിടിക്കുന്ന നിഹാരിയ. റെഡി, 1 2 3. നിഹാരിയുടെ അമ്മ. ഇനി വേണ്ട, ഇനി കയ്യെ കുത്തിക്കറും. മതി. സ്റ്റോപ്പ്. താങ്ക് യു ജസ്റ്റിൻ സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഇവിടെ എന്താ സംഭവിച്ചത്? കുറച്ച് പേര് ചെയ്ത് കള്ളത്തരം വഴി ചെയ്ത്, കുറച്ച് പേർക്ക് നടന്നേ ഇല്ല. നിങ്ങൾക്ക് മജോറിറ്റി ആൾക്കാർക്ക് സംഭവിച്ചു പറയാം. നിങ്ങൾ അടുത്തൂടെ വരെ പോയി, പക്ഷെ കറക്റ്റ് ആയിട്ട് വന്നില്ല. ആമേ കറക്റ്റ്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? നമ്മൾ കാണുന്ന കാഴ്ച 3D ആണ്, 3 ഡയമെൻഷൻ. ആ 3D ആക്കുന്നത് 2 കണ്ണുള്ളത് കൊണ്ടാണ്. ഈ 2 കണ്ണൂടെ കണ്ടിട്ട് ഒരു പ്രോസസ്സിങ് ബ്രെയിനിൽ നടന്നിട്ടാണ് നമ്മൾ ഈ സംഭവത്തെ കാണുന്നത്. ഒരു കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ വ്യൂ 2D ആയി മാറും. 2D. നമുക്ക് ഡെപ്ത് അളക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഡെപ്ത് എത്ര അകലെയാണെന്നുള്ളത് നഷ്ടപ്പെടും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ണ് അടച്ചിട്ട്, പൂർണ്ണമായിട്ടും അടച്ചിട്ട്, പുതിയ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ നോക്ക്. പണി പാടുന്ന അറിയാം. സ്ഥിരം ഇറങ്ങുന്ന സ്റ്റെപ്പിൽ നമുക്കൊരു അറിയാം ഇതിന് ഇത്രയും താഴ്ച ഉണ്ടല്ലോ. പുതിയൊരു സ്റ്റെപ്പ് ഇറങ്ങാൻ നോക്ക്, വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഞാനീ പറഞ്ഞ ക്ലിയർ ആയെങ്കിൽ തലയാട്ടെ. ഇതാണ് ശരിക്കും നമ്മൾ 2D 3D വ്യൂവിന്റെ കാര്യമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ പ്രോപ്പർ ആകേണ്ടതിന്റെ പ്രാധാന്യമേ പറഞ്ഞേ. ഈ ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള ഇവർക്ക് ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ വളരെ മോശമായിരിക്കും. നമ്മൾ നോർമൽ അതാണ് സ്റ്റെപ്പ് ഇറങ്ങാൻ പേടി. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ പേടിയായിരിക്കും. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ലേഡിയുടെ മകന് ഡിസ്പ്രാക്സിയാണ്. ഈ പയ്യൻ വെള്ളത്തിൽ ഇറങ്ങൂല. കാരണം വെള്ളത്തിന്റെ മീൻസ് വഴി പോകുമ്പോൾ വഴിയിലെ കുഴിയില്ലേ, ഇറങ്ങത്തേ ഇല്ല. അവിടുന്ന് മാറിപ്പോവും. കാരണം ഈ പയ്യന് ആഴ്ച എന്താണെന്ന് അറിയത്തില്ല, താഴ്ച അറിയത്തില്ല. ഒരു തവണ കാല് വെച്ച് ഒറ്റ വീഴ്ച അങ്ങ് വീഴും, പിന്നെ ഇറങ്ങത്തേ ഇല്ല. ഇത് ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മളെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ച വിട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് 2 കണ്ണുകൾ വന്നതും 3D ആയിട്ട് കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ടായത്. ഇസ് ദാറ്റ് ക്ലിയർ? മക്കളോടെല്ലാം പറയുന്നു, കണ്ണ് സൂക്ഷിച്ചോണം. നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് കണ്ണാണ്. ഏറ്റവും വലിയ അസറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് നേരത്തെ ഒരു സമയത്ത് നോക്കിയാൽ, ഒരു സ്കൂളിലേക്ക് നമ്മൾ പോയാൽ, ഒരു 10ാം ക്ലാസ് ഒരു സ്കൂളിലേക്ക് പോയാൽ മേ ബി ഒരു +1 +2കാർക്കൊക്കെ കണ്ണട കാണത്തുള്ളൂ, അല്ലെങ്കിൽ കോളേജുകാർക്കെ കണ്ണട കാണത്തുള്ളൂ. ഇന്ന് നോക്കിയാൽ ചെറിയ പ്രായം മുതലേ കണ്ണട വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എസോണം ഒന്ന് ആലോചിക്കുക. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവരൊക്കെ ഈ ലാപ്പൊക്കെ ഉപയോഗിക്കാൻ തന്നെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഏജ്, നിങ്ങൾക്ക് ഇപ്പൊ പ്രായം 10 വയസ്സോ 12 13 ഒക്കെ ആയിരിക്കാം. നമുക്ക് 90 വയസ്സൊരു ആയുസ് ഉണ്ടാകും. അടുത്ത 80 വർഷവും നമുക്ക് ഈ കണ്ണിന് കാഴ്ച വേണ്ടതാ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ചെറുതല്ല. എഗ്രി? സോ അത് ഈ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തോണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണം. അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഇതിനൊരു അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസും ഉണ്ട്. ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട്. അരവിന്ദേ, യെസ്. ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്താണെന്നും അത് എങ്ങനെയൊക്കെ അപ്ലൈ, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ശരിക്കും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുകയും നമ്മൾ അതൊക്കെ നന്നാക്കാനുള്ള ചെറിയ പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് നമ്മുടെ അരവിന്ദ് ഏട്ടൻ ഇതിന്റെ ഒരു ഉസ്താദ് കേട്ടോ. അരവിന്ദ് ഏട്ടൻ ഈ ടിഷ്യൂ പേപ്പർ കിട്ടിയാൽ അതിൽ നിന്ന് ക്രാഫ്റ്റ് വരയ്ക്കുന്ന ആളാണ്. ടിഷ്യൂ പേപ്പർ എന്തെന്നാ? ടിഷ്യൂ പേപ്പർ. സാധാരണ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതിൽ നിന്ന് ക്രാഫ്റ്റ് വരയ്ക്കാം. ഞാൻ അരവിന്ദ് ഏട്ടൻ്റെ 1-2 വർക്ക് നിങ്ങളെ കാണിക്കട്ടെ.
ഇതാണ് അരവിന്ദേട്ടൻ. സുന്ദരനല്ലേ? സുന്ദരനല്ലേ? സുമുഖനല്ലേ? അല്ലേ? ആ, ഇത് അരവിന്ദേട്ടന്റെ വീട്ടിലെ ഭിത്തിയാണ്. ഭിത്തി. ഇത് അരവിന്ദേട്ടൻ ഉണ്ടാക്കിയ കപ്പല. ഇത് അരവിന്ദേട്ടൻ ഉണ്ടാക്കിയതാ. അവരുടെ വീട്ടിൽ വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഹരിതകർമ്മസേനക്കാർ അങ്ങോട്ട് ചെല്ലത്തില്ല. കാരണം അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ എടുത്ത് ക്രാഫ്റ്റ് ചെയ്ത് വെക്കും. ഇത് അരവിന്ദേട്ടന്റെ ഓരോ റൂമുകളാ. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓരോ റൂമുകളാ. എങ്ങനെയുണ്ട്? ഇത് വെറും ടിഷ്യൂ പേപ്പറെ നമ്മുടെ ആടുജീവിതം ഉണ്ടാക്കിയത്. ആടുജീവിതം വെറും ടിഷ്യൂ പേപ്പർ. ആ താഴെ കാണുന്ന മണലാരണ്യം വെറും മണലാണ്. മുഴുവൻ ടിഷ്യൂ പേപ്പറല്ല. പൊളിയല്ലേ? അരവിന്ദേട്ടൻ ഉണ്ടായ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഈ ക്രാഫ്റ്റിന്റെ ട്രെയിനിങ്ങും ഈ ബേസ് ആയിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ പ്രാധാന്യവും പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ നിങ്ങൾ ഹഗ്ഗിന്റെ വീഡിയോ നോക്കിയാൽ അതിന്റെ അകത്തെ ഏറ്റവും ഈ വൈറലായ പല വീഡിയോയും ചെയ്ത അരവിന്ദേട്ടൻ സ്കില്ല് ഞാൻ കണ്ടേക്കുന്നത് പ്രിസിഷനോടുകൂടി ഇത് കട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. അത് സാധ്യമായത് ചെറുപ്പത്തിലെ ഫൈൻ മോട്ടോർ സ്കിൽസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാ. അരവിന്ദേട്ടൻ നമ്മുടെ പിള്ളേർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു കുഞ്ഞ ടെക്നിക്ക് എന്ന് പറഞ്ഞു കൊടുക്കാവോ? യെസ്. അപ്പൊ നമുക്ക് അരവിന്ദേട്ടൻ അൺമ്യൂട്ട് ചെയ്യാം. യെസ്, അരവിന്ദേട്ടൻ നമുക്ക് അൺമ്യൂട്ട് ചെയ്യണ്ടേ? വിളിക്കണ്ടേ? അരവിന്ദേട്ടൻ വെറുതെ വിളിച്ചാൽ വരത്തില്ല. അരവിന്ദേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാ. വലിയ പുള്ളിയാ. എത്ര വെബ് സീരീസും സിനിമയുണ്ടെന്നറിയോ? അപ്പൊ അരവിന്ദേട്ടൻ നമ്മൾ ചിരിച്ചേ എന്നിട്ട് ഇങ്ങനെ മാടി വിളിച്ചേ, വാ 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 വാന്ന് വിളിച്ചേ. യെസ് അരവിന്ദേട്ടാ പ്ലീസ്. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മാടി വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അതുകൊണ്ടൊന്നല്ല കേട്ടോ. ഹഗ്ഗിന്റെ കൂടെ ഞാനിപ്പം കുറച്ചു കാലമായി കൂടിയിട്ട്. അതായത് നമ്മുടെ ഹഗ്ഗിന്റെ എല്ലാ പ്രോഗ്രാമിലും ഞാനുണ്ടാവും. ഇപ്പം പക്ഷെ കുറച്ച് നാളായിട്ട് പുറത്താണ് കേട്ടോ, വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു, സാർ എന്നെ കുറിച്ച് കുറെ പൊക്കിയൊക്കെ അടിച്ചു. ഞാനിങ്ങനെ ചെറിയ ടിഷ്യൂ കൊണ്ടൊക്കെ അതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുന്നൊക്കെ സാറ് പറഞ്ഞു. അപ്പോൾ ഇത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, കുഞ്ഞിലെയൊക്കെ അതായത് നിങ്ങളുടെയൊക്കെ പ്രായമുള്ളത്, എനിക്ക് എന്താ വെച്ചാൽ പ്രായമൊന്നുമില്ല കേട്ടോ, ചെറുപ്പക്കാരനാ. അപ്പോൾ എൻ്റെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ മുറ്റത്തൊക്കെ മണ്ണിലും ചെളിയിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആദ്യമൊക്കെ കുറച്ച് കുഞ്ഞായിട്ടിരിക്കുമ്പോഴൊക്കെ ആദ്യമൊക്കെ ഒന്ന് മാറ്റി നിർത്തുമായിരുന്നു. പിന്നീട് ഞാനിതൊന്ന് ഇറങ്ങുമ്പോഴൊന്നും എൻ്റെ വീട്ടുകാരൊന്നും ഒന്നും പറയണ്ടായിരുന്നില്ല. ഞാൻ ഭിത്തിയെ വരയ്ക്കുമ്പോൾ എന്നെ വഴക്ക് പറയാറില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഞാൻ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചിലപ്പോൾ വഴക്ക് പറയുന്നതല്ലാണ്ട് കുറച്ച് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ മണ്ണിൽ കളിക്കുക, ഭിത്തിയിൽ പടം വരയ്ക്കുക, പേപ്പറൊക്കെ വലിച്ച് കീറിയിട്ടിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയൊന്നും എന്നെ ഒന്നും വഴക്ക് പറയുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പേരുണ്ട്, എൻ്റെ ടീച്ചേഴ്സ്. ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇത്രയും വൃത്തികേടായിട്ടൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഡോക്ടർ ആവുമെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ഡോക്ടർ ആവാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോൻ ഇപ്പം ഡോക്ടർ ആവാൻ നിൽക്കണ്ട, മോൻ ആദ്യം മോൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അധ്യാപകനുണ്ട്, സാർ എന്നോട് ഒരു ഐഡിയ പറഞ്ഞു തന്നു. എടാ, പെട്ടെന്ന് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നല്ലതാക്കാം, അതോടൊപ്പം തന്നെ പടമൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഒഴുകി വരയ്ക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു പേന എടുത്തില്ലേ? എല്ലാവരെയും പേനയില്ലേ? ഞാനൊരു ഷേപ്പ് കാണിച്ചു തരാം. ഈ ഷേപ്പിൽ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പടം വരയ്ക്കാനുള്ളതും, നിങ്ങൾ കുറച്ചു മുമ്പ് സാറ് പറഞ്ഞില്ലേ ഫൈൻ മോട്ടോഴ്സ്, കുഞ്ഞു മസിലുകളുണ്ട്, വലിയ മസിലല്ല, കുഞ്ഞു മസിലൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കൈയുടെയൊക്കെ വിരലിൻ്റെയൊക്കെ അറ്റത്ത് കുഞ്ഞു മസിലുണ്ട്. അതൊക്കെ ഒന്ന് ഫോം ആവാൻ വേണ്ടി നമുക്ക് ഈ ആക്ടിവിറ്റി നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് വരച്ച് കാണിക്കാതെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. കാണുന്നുണ്ടോ? അതിന്റെ ബ്ലറാണ്. ക്യാമറ കുറച്ച് പുറകോട്ടാക്കി. അതാ ബ്ലറുകൾ. ഓക്കെ ഫൈൻ, മതി, അനക്കല്ലേ, മതി. കാണുന്നുണ്ട്? എന്താ എല്ലാവർക്കും കാണാൻ പറ്റുന്നേ? ഒരു സ്പ്രിങ്ങിന്റെ ഇച്ചിരി ബാക്കിലോട്ട് വെച്ചാൽ മതി, കാണാൻ പറ്റും. മ്യൂട്ട് ആണ്, അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാത്തെ. ഇങ്ങനൊരു ഷേപ്പാണ് നമ്മൾ വരച്ചു പഠിക്കേണ്ടത്. ഇത് എളുപ്പമാണ് കേട്ടോ. ഇതേ ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് ഞാൻ വരച്ചതാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ? ബ്ലർ ഒന്ന് മാറ്റിയേക്കാം, ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ മാറ്റിയാൽ മതി. നിങ്ങൾക്ക് അൺമ്യൂട്ടഡ് ഓപ്ഷൻ തരാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഉണ്ടോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം, ക്ലിയർ ആണ്. ഞാൻ ഇത് കണ്ടില്ലേ, ഇതുപോലെ
നമ്മൾ ലൈൻ ഇട്ട വൺ ലൈൻ ബുക്കിൽ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ വരച്ചിട്ട് കാര്യമില്ല കേട്ടോ, കുറച്ചേറെ ഒരു 10 രൂപയുടെ ബുക്ക് മേടിക്കുക. ആ ബുക്കിൽ മാക്സിമം ചുമ്മാ ഇരിക്കുമ്പോൾ ഈ ഫോണിലൊക്കെ വെറുതെ ഇരുന്ന് ഗെയിം കളിച്ചിട്ട് നിങ്ങൾ ഈ തമ്പിന്റെ ഒക്കെ ഇവിടുത്തെ കുറച്ചുനാൾ ഗെയിം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തമ്പിന്റെ ഇവിടുത്തെ സ്കിന്നൊക്കെ പോകും കേട്ടോ. അതൊക്കെ ഓർത്തണം. അതിന് പകരം ഒരു 10 രൂപയുടെ ചെറിയൊരു വൺ ലൈൻ ബുക്ക് എടുത്തിട്ട് തന്നെ ഇങ്ങനെ താ എന്ന് എഴുതുന്നത് തിരിച്ചെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങും അതോടൊപ്പം തന്നെ പടം വരയ്ക്കാനുള്ളതും ക്ലേ മോഡലിംഗിലൊക്കെ ചെയ്യാനുള്ളതും ആ ഒരു എബിലിറ്റി നിങ്ങളുടെ ഈ കുഞ്ഞു കൈക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ബുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം എല്ലാവരും അങ്ങനെ ഒന്ന് വരച്ചു നോക്കിക്കേ. ഞാൻ പറഞ്ഞ പോലെ ബുക്കോ പേപ്പറോ കയ്യിലുണ്ടെങ്കിൽ മാത്രം. പേന ഉണ്ടാവുമല്ലോ എല്ലാവരുടെ കയ്യിൽ. ആ ലൈനിലൂടെ കൈ എടുക്കാതെ മാക്സിമം ആ താ തിരിച്ചിട്ടുള്ള വരച്ച് ഓക്കെ ലൈൻ ഉള്ളത് തന്നെ പോട്ടെ. മാക്സിമം ഒരു പേജ് ഫുള്ള് വരയ്ക്കേ, ഒരു പേജ് ഫുള്ള് വരയ്ക്കട്ടെ, പോരട്ടെ. ഞാൻ ഈ വരച്ച പോലെ എന്നിട്ട് എന്നെ ഒന്ന് കാണിക്കണേ. വരയിടാത്ത ബുക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. അതിനുശേഷം പിന്നെ സമയം പോലെ നമുക്ക് വരയിട്ട ബുക്കിൽ വരയ്ക്കാതെ. അച്ഛന്റെ അമ്മയുടെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ബോറാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കണ്ടോ എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. വരച്ചു കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് കാണിക്കണേ. മാധവിന്റെ അമ്മയും ഇരുന്ന് വരയ്ക്കുന്നു. നന്ദിയുണ്ട് അരവിന്ദ് സാറേ, എന്റെ വൃത്തിയായിട്ട ഹാൻഡ് റൈറ്റിംഗ്. അല്ല വരച്ചു ചുമ്മാ വരച്ചു. അവിടെ കെയ്ത്ത് വരച്ചു കഴിഞ്ഞാലൊക്കെ അതെ അലോൺ എന്നല്ലേ മോന്റെ പേര്? ചിഞ്ചു മാമിന്റെ മക്കൾ വെച്ച് അലോൺ ഫിലിപ്പ് വരച്ചു. ജസ്റ്റ് സാറേ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരച്ചവരുടെ ഒന്ന് പേരൊന്ന് പറയാവോ? അമിത്, അമിതാഭ് ബച്ചൻ. അമിത് കുറച്ചേ വരച്ചുള്ളേ, ശകല നീളക്കുറവാ. ശിവശങ്കർ. വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. വരയ്ക്കുമ്പോഴേ ഇത്രയും അകലത്തിൽ ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. ഇങ്ങനെ വരച്ചു വെക്കരുത്. അടുപ്പിച്ച് കുനാന്ന് വരയ്ക്കണം. അടുപ്പിച്ച് വരയ്ക്കണം കേട്ടോ. അതെ അമിത്, അതിന്റെ കുഴപ്പമില്ല. പിന്നെ വരയിട്ട ബുക്കിൽ വരച്ചു നോക്കണം കേട്ടോ. അതെ സിയാന പേര്, സിയാന മരിയ. സിയാന മരിയയുടെ നല്ല രീതിയിലാണ് കേട്ടോ, കൃത്യമായിട്ടാണ് വരച്ചിരിക്കണേ. ധൃതിയിൽ വരച്ചതാണോ? അല്ല, എന്നാലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നല്ലപോലെ ലൈൻ്റെ ബുക്കിൽ നല്ല രീതിയിൽ വരച്ചു. നിഹാരിക നാദവോ അങ്ങനെയാണോ പേര്? ഋഷികേഷ്, റിയാൻ, സാംസങ് എസ്. നല്ല പേര്, സാംസങ് എസ്. പേര് മാറ്റണം കേട്ടോ. യെസ്, ഒത്തിരി പേര് വരച്ചു. സാർ അനീഷ് സാറേ കണ്ടോ, നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാരും വരച്ചു. കുറെ പേര് ഉള്ളതേ ഉള്ളൂ. യെസ്. അപ്പോ ഞാനിപ്പോ ഏതൊരു കഥകളിയൊക്കെ ഇരിക്കണ ആരാ? അഹാന എന്നാണ് നമ്മളുടെ പേര്. യെസ്, ഞാൻ പെട്ടെന്ന് കഥകളിയുടെ കൈ മാത്രം അനങ്ങുന്നു. ഞാൻ വിചാരിച്ചു ഇനി വേഷമൊക്കെ ഇട്ട് വന്ന് നിൽക്കുകയാണെന്ന്. എനിവേ, അപ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മളെ വരികയുണ്ട് കേട്ടോ. എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ സിസ്റ്റത്തിലല്ല കയറിയിരിക്കണം, അതുകൊണ്ടാണ്. യെസ്. അപ്പൊ കുറെ പേര് വരച്ചു. ഇത് ഇങ്ങനെയല്ല കേട്ടോ വരയ്ക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആകുമ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളിപ്പം വെക്കേഷൻ ഒക്കെ ആയിട്ടിരിക്കുകയല്ലേ, ഫ്രീ അല്ലേ, ഒരു ദിവസം രാവിലെ എണ്ണീറ്റിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഫ്രീ ആയിട്ട് ഫസ്റ്റ് ഫോൺ എടുക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ, എണ്ണീറ്റ് ഉടനെ ഫോൺ എടുക്കാൻ പോകുന്നൊരു ടൈം ഉണ്ടല്ലോ. എണ്ണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച്, പത്രം വായിക്കാറില്ല അത് പോട്ടെ, ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണാനോ വേണ്ടി ഫോൺ എടുക്കുന്ന ടൈമില്ലേ, ആ സമയത്ത് ഫോൺ എടുക്കാതിരിക്കുക. ഫോൺ മാറ്റി വെച്ചിട്ട് 10 രൂപയുടെ അല്ലെങ്കിൽ ഒരു 20 രൂപയുടെ ലൈൻ ഇട്ട് വൺ ലൈൻ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ ഈ സ്കെച്ച് ഉണ്ടാവുമല്ലോ, പല ടൈപ്പ് സ്കെച്ച് ഉണ്ടല്ലോ, ഈ പല ടൈപ്പ് സ്കെച്ച് വെച്ചിട്ട് വേണം ഈ ബുക്കിൽ വരയ്ക്കാൻ.
ഇതുപോലെ തന്നെ പേനയും കൊണ്ട് വരയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തോ, പല കളർ യൂസ് ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ട്. ലാസ്റ്റിൽ നിങ്ങൾ ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കും. മാക്സിമം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെ പെട്ടെന്ന് കൂടിപ്പോയ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളെ ഹാൻഡ് റൈറ്റിങ്ങും ഞാൻ പറഞ്ഞതുപോലെ പടം വരയ്ക്കാനുള്ള അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ ഇതേ ഇങ്ങനെ മൂവ് ആകുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെയുള്ള മസിൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിഗമെന്റ്സ് ഒക്കെ നല്ല സ്മൂത്ത് ആവും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ നിങ്ങൾ ഫോണിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വർക്ക് ആവുന്ന ഭാഗങ്ങൾ എവിടെയാ? ദേ ഈ 2 വിരള ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞി നിങ്ങളുടെ 2 തമ്പ് മാത്രമേ ഫോണിൽ ഇരിക്കുമ്പോൾ വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ തോണ്ടും, ഇല്ലേ? പക്ഷെ ആ സമയത്ത് ഒരു പേന എടുത്തോ സ്കെച്ച് എടുത്തിട്ടോ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളെ ഈ ഒരു കൈയുടെ ഈ റിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം, കഴിക്കാൻ ഉപയോഗിക്കുന്ന കൈയുടെ ഈ റിസ്റ്റ് ഉള്ള ഭാഗം നിങ്ങളുടെ നല്ലപോലെ മൂവ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിഫായി പോകും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അനീസ് സാറേ. യെസ്, താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സസൈസ് ചേട്ടൻ പറഞ്ഞല്ലേ, നല്ലൊരു ഗൈഡ് ചേട്ടന് കൊടുത്തേ. ഞാനിപ്പം ആലോചിക്കുമായിരുന്നു, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൗൺസിലിംഗ് സെന്റർ ഒരു പയ്യൻ വന്നു. ആ പയ്യൻ ഐഫോണിൽ ഇങ്ങനെ തോണ്ടി ഈ തോണ്ടുന്ന വരലില്ലേ, ഫോണെ തോണ്ടുന്നേ, തമ്പിന്റെ സെൻസേഷൻ പോയി ആ പയ്യന്റെ വിരലിന്റെ. ഞങ്ങൾ ആദ്യം അത്ഭുതപ്പെടുക, ആ പയ്യനെ അത്ര ഇങ്ങനെ തോണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അരുൺചേട്ടൻ പറഞ്ഞ ആ ഒരു എക്സസൈസിന്റെ ചിലരുടെ കൈ അവിടെ പതിയുന്നില്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ. സത്യം തേഞ്ഞു പോകും. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ അരുൺചേട്ടൻ പറഞ്ഞ് ഇത് ഡെയിലി ഒന്ന് റെഗുലർ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സമയം തരാം, ലാസ്റ്റ് നമുക്ക് ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സമയം കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഉറപ്പായിട്ടും ലാസ്റ്റ് ഡൗട്ടിനുള്ള സ്പേസ് തരാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. അരുൺചേട്ടൻ നല്ലൊരു ഐഡിയ കൊടുത്തേ. യെസ്. ഒപ്പം നമ്മൾ ഒരു കാര്യവും കൂടെ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ ഈ ക്രാഫ്റ്റ്, നമുക്ക് ഇതിന് ശേഷം ഒരു ക്രാഫ്റ്റിന്റെ കോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ കോഴ്സിലേക്ക് വരുമ്പോൾ അതിനകത്ത് പങ്കുവെക്കേണ്ട കാരണമാണ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ഫൈൻ മോട്ടോർ സ്കിൽസിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ടാവും. ഫൈൻ മോട്ടോർ സ്കിൽസ്. 2, നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. 3ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു കാര്യത്തിലാണ് ഹഗ് ഇന്റർനാഷണൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്? നിങ്ങൾക്ക് വല്ല അറിയാവോ? മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാരെല്ലാം ചാറ്റ് ബോക്സിൽ M എന്ന് ടൈപ്പ് ചെയ്ത്, കേട്ടിട്ടില്ലാത്ത ആൾക്കാരെല്ലാം N എന്ന് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ആയിക്കോട്ടെ. കരിയർ മെന്റേഴ്സ് ഒന്നും ടൈപ്പ് ചെയ്ത് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക, നിങ്ങൾക്കുള്ള ചോദ്യം വരുന്നുണ്ടോ? ഓക്കെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ടവരൊക്കെ M എന്ന് ടൈപ്പ് ചെയ്യുക, കേൾക്കാത്തവർ N എന്ന് ടൈപ്പ് ചെയ്യുക. പോരട്ടെ. N. കുറച്ച് M, കുറച്ച് N, കുറച്ച് M. രക്ഷകർത്താക്കൾ, ഇനി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ഈ കൊച്ചു മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് മുതിർന്ന മക്കളുണ്ടാകാം, മീൻസ് ഇപ്പൊ 10 പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ മക്കളുണ്ടാകും. അവരെക്കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഭവം പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാവൂ. ഒരുപക്ഷെ നിങ്ങൾ രക്ഷകർത്താക്കൾക്കും ഇപ്പോൾ ചില ഇൻസൈറ്റുകൾ കിട്ടും. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ പേര് ഹൊവാർഡ് ഗാർണർ എന്നാണ്. അദ്ദേഹത്തെയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും 9 തരം ഇന്റലിജൻസുകളാണ് ഉള്ളത്. 9 തരം ഇന്റലിജൻസ്. ഈ 9 എണ്ണത്തിന്റെ കോമ്പിനേഷൻ കയറിയും ഇറങ്ങിയിരിക്കും. അതനുസരിച്ചാണ് നമ്മുടെ മേഖല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ മക്കളും സ്ക്രീനിലേക്ക് നോക്കിയേ, എന്റെ ഒപ്പം നോക്കിയേ. എന്നിട്ട് ആ സ്ക്രീനിൽ കാണുന്നതൊക്കെ എന്റെ ഒപ്പം ഒന്ന് വായിച്ചേ. ഒന്ന് ആദ്യത്തെ കാണിച്ചു, നമ്പർ സ്മാർട്ട്. ഈ മോളിൽ കാണുന്ന വായിക്കണം, നമ്പർ സ്മാർട്ട്. എന്റെ ഒപ്പം വായിച്ച ചുണ്ടനക്കണം. നമ്പർ സ്മാർട്ട്, വേർഡ് സ്മാർട്ട്, പിക്ചർ സ്മാർട്ട്, സൗണ്ട് സ്മാർട്ട്, ബോഡി സ്മാർട്ട്, പീപ്പിൾ സ്മാർട്ട്, സെൽഫ് സ്മാർട്ട്, നേച്ചർ സ്മാർട്ട് ആൻഡ് ലൈഫ് സ്മാർട്ട്. വായിച്ചോ ദീപു? ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കാണുന്ന 9 കോളം. ലോജിക്കൽ എന്ന് പറയുന്നത് നമ്പർ സ്മാർട്ട് ആണ്, വെർബൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് വേർഡ് സ്മാർട്ട് ആണ്, സ്പേഷ്യൽ എന്ന് പറയുന്നത് പിക്ചർ സ്മാർട്ട് ആണ്, മ്യൂസിക്കൽ എന്ന് പറഞ്ഞ സൗണ്ട് സ്മാർട്ട് ആണ്. അങ്ങനെയാണ് ഈ 9 എണ്ണം വരുന്നത്. ക്ലിയർ ആയല്ലോ? അതില് ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചില കുട്ടികളുണ്ട്, അവർക്ക് മാത്സ് റിലേറ്റഡ് കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അവർക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയാം, സുഡോക്ക ചിലപ്പോൾ അറിയാം, ചെസ് അറിയാം, കാർഡ് കളിക്കാൻ അറിയാം, പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും, അവർ പെട്ടെന്ന് വിരലൊന്നും എടുത്ത് തന്നെ ഉണ്ട്. അവർക്ക് ഈസി ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും, കടലൊക്കെ വിട്ട ബാലൻസ് മേടിക്കാനും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ, അവരുടെ ഇന്റലിജൻസ് ഹയർ ആയിട്ടുള്ളത് ലോജിക്കൽ മാത്തമാറ്റിക്കലായിരിക്കും. ഈസ് ദാറ്റ് ക്ലിയർ? തലയാട്ടിക്ക്.
എന്നാൽ ചില കുട്ടികൾക്ക് ഭാഷ ഭയങ്കര എളുപ്പമാണ്. അതായത് അവര് വീട്ടിലൊരു ബംഗാളി വന്നാൽ മതി, പുള്ളിയോട് പോയി ഹിന്ദി പോയി പറയും, അരേ ഭായ് ഗാന ഗാന നാ ഗാന എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഹിന്ദി പറയും. കൊറിയൻ ഭാഷ പഠിക്കുക, ഫ്രഞ്ച്, അവർ ഒരു തമിഴ് സിനിമ കണ്ട് തമിഴ് പഠിക്കും. പെട്ടെന്ന് ഭാഷ പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന, കഥകൾ പറയുന്ന, സംസാരിക്കാൻ കഴിവുള്ള, അവർക്ക് ഹ്യൂമർ പറയാൻ കഴിവുള്ള ആൾക്കാരാണ് ലിംഗ്വിസ്റ്റിക്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്പേഷ്യൽ എന്ന് പറയുന്ന ആൾക്കാർ, അവർക്ക് വരയ്ക്കാൻ കഴിവ് കാണും, ക്രാഫ്റ്റ് ചെയ്യാൻ കഴിവ് കാണും, ബോട്ടിൽ ആർട്ട് ഒക്കെ ചെയ്യാൻ കഴിവ് കാണും. ഡെസ്കയിലൊക്കെ പേര്, ഇപ്പൊ ദീപുമോൻ പേര് ഡെസ്കയിൽ എഴുതിയാൽ ദീപു എന്നുള്ളത് 3D ആയിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ വരച്ചു വെക്കും. അങ്ങനെ കഴിവുള്ള ആൾക്കാരാണ് സ്പേഷ്യൽ. ഇത് ക്ലിയർ ആണോ? തലയാട്ടിക്ക്, തലയാട്ടിക്ക്, എല്ലാവരും തലയാട്ടിക്ക്, തലയാട്ടിക്ക്. യെസ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിന് താഴെ വേറെ ഉണ്ട്, എല്ലാം ഞാൻ പറയാം. ഈ 9 എണ്ണത്തിൽ നമുക്ക് ചിലത് വളരെ ഹയർ ആയിട്ടുണ്ടാകും. ആ മേഖലയിൽ നമ്മൾ പുലികളും, അതല്ലാത്ത മേഖല നമ്മുടെ തന്നാൽ നമ്മൾ പാടുപെടുകയും ചെയ്യും. ഐ എം റിപ്പീറ്റിംഗ് വൺസ് അഗൈൻ. ഇതിന്റെ അകത്തുള്ള ചില ഇന്റലിജൻസ് നമുക്ക് വളരെ ഹയർ ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലാണ് നമ്മുടെ കരിയർ നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ പുലിയാകുകയും, അറ്റ് ദ സെയിം ടൈം അതല്ലാത്ത മേഖല വന്നാൽ നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും എന്നോട് നോക്കി, മുഖത്ത് നോക്കിയിട്ട് പറയണേ, ഈ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടവും ഇഷ്ടമില്ലെങ്കിൽ ഏറ്റവും വെറുപ്പുമുള്ള വിഷയം ഏതാണ്? ഇംഗ്ലീഷ് ആണോ? മലയാളമാണോ? മാത്സ്. മാത്സ് വന്ദന. മാത്സ്. 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 മാത്സ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടവും ഇഷ്ടമില്ലാത്തവർക്ക് വെറുപ്പാ. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ബ്രെയിൻ ഉള്ളവർക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അതില്ലാത്തവർക്ക് മാത്സ് ഭയങ്കര കട്ടിയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മലയാളം അതവർക്ക് ലാംഗ്വേജ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കേസ് കേട്ടോ. അഹാനം മാത്സ്. ഒന്നുകൂടെ പറയുന്നു, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കുറവുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി എൻട്രൻസിന് പോയിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്റെ മുമ്പിലിരിക്കുന്ന കൊച്ചു പിള്ളേരാണ്. നിങ്ങൾക്ക് ചെറുപ്പത്തിലെ നിങ്ങളുടെ ഇന്റലിജൻസ് ഒന്ന് അസസ് ചെയ്യാൻ പറ്റിയാലോ, അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം ഒരുക്കിയാലോ എങ്ങനെ ഉണ്ടാവും? അതിനുള്ളൊരു അവസരം ഹഗ് ഇന്റർനാഷണൽ ഇതാ ഈ കോഴ്സിലൂടെ ഒരുക്കുന്നു. പൊളി ഇഷ്ടപ്പെട്ട എങ്കിൽ ഞാൻ 9 എണ്ണം ഓടിച്ച് നിങ്ങളുടെ അറിവിലേക്കായിട്ട് 9 എണ്ണം ഒന്നുകൂടെ ഓടിച്ചു പറയാം. മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, പാടാൻ കഴിവുള്ളവര്, കമ്പോസ് ചെയ്യാൻ കഴിവുള്ളവര്, പെട്ടെന്ന് ഹൃദയമൊക്കെ മനസ്സിലാക്കുന്നവര്. ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, ഓട്ടം ചാട്ടം മറിച്ചില്, ഡാൻസ് കളിക്കുക, ബഹളം വെക്കുക, മിമിക്രി കാണിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് പറയും, ആൾക്കാരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, ക്ലാസ് റൂമിൽ അടങ്ങിയിരിക്കത്തില്ല. ടീച്ചർ പറയത്തില്ലേ, ഇവൻ എപ്പോഴും ചിലപ്പാ ബഹളത്തോട് ബഹള ഇവനെ എപ്പോഴും കൂട്ടുകാരെ കണ്ടുപിടിക്കും. ഇവനുണ്ട്, ഇവന് കുറച്ച് ഗുണ്ടായിസ പിള്ളേരും ഉണ്ട്, അല്ലെങ്കിൽ ഇവന് ആൾക്കാരുടെ എപ്പോൾ പെട്ടെന്ന് പോയി കൂട്ടുകൂടും. ആ പറയുന്ന ആൾക്കാർ ഇന്റർപേഴ്സണലാ. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അവർക്ക് എപ്പോഴും സംസാരിക്കണം, അവർക്ക് ആൾക്കാർ വേണം. അവർ ഫുഡ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കൂല, എല്ലാവർക്കും പോയി വിതരണം ചെയ്യും, എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് ഫുഡ് പോയി അടിച്ചു മാറ്റും. അങ്ങനെയുള്ളവരാണ്. കാരണം അവർ ഇന്റർപേഴ്സണൽ, അവർക്ക് ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർ ഇൻട്രാപേഴ്സണലാ, അവർ ഭയങ്കര ഭുജികൾ. അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടി ഭയങ്കര ഡിസിഷൻ മേക്കിങ്ങും, ഭയങ്കര എല്ലാത്തിനും പ്ലാനിങ്ങും. പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ ഇനിയിപ്പോ 10 ദിവസം ഉള്ളൂ കേട്ടോ പരീക്ഷയ്ക്ക്, ഇപ്പൊ തന്നെ സ്കൂൾ ഓപ്പൺ ചെയ്ത് ഇത്രയും ദിവസം ഉള്ളൂ, ജൂൺ 1-ാം തീയതി മുതൽ പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഉള്ള ആൾക്കാരാണ് ഇൻട്രാപേഴ്സണൽ. നാച്ചുറലിസ്റ്റ്, അയ്യോ ഈ പട്ടിയും പൂച്ചയും ഇങ്ങനെ വളർത്തുമൃഗങ്ങളെയും ചെടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരില്ലേ, ചിലരില്ലേ, അയ്യോ എന്റെ പെറ്റായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനു കൊണ്ട് ഫുഡ് കൊടുക്കുക, എന്റെ പട്ടിക്കുട്ടി കഴിച്ചില്ല ഇന്ന്, എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ലേ. അങ്ങനെയുള്ളവരാണ് നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞത്. ആൻഡ് ഫൈനൽ വൺ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെവൽ കൂടിയതാണ്. അവരിങ്ങനെ നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഭയങ്കര കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ എങ്ങനെ അമ്മ ഉണ്ടായേ, ദൈവം ഉണ്ടെന്ന് പറഞ്ഞ സത്യമാണോ അമ്മേ എന്നൊക്കെ പറഞ്ഞുള്ള അമ്മാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്റെ മകൻ എക്സിസ്റ്റൻഷ്യൽ, അതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അറിയാം. അവന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വേർക്കാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് എക്സിസ്റ്റൻഷ്യൽ. ഈ 9 ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെയൊക്കെ കഴിവ്. വിച്ച് മീൻസ്, ശ്രദ്ധിച്ചു വെക്കുക, എല്ലാവർക്കും ഈ 9ഉം ടോപ്പ് ആയിരിക്കത്തില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇതിലെ കുറച്ചെണ്ണം വളരെ ഹയർ ആയിരിക്കും. ആ ഹയർ ആകുന്നതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കരിയർ സെലക്ട് ചെയ്യേണ്ടതും ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടതും. ഇനി എന്റെ ചോദ്യം, കൃതി, ദിയ, ഫ്രാൻസിസ് ആൻഡ് സാവിയോ, ശ്രദ്ധിച്ചു കേട്ടോ. സ്കൂളിൽ ടീച്ചർമാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിലേത് ഇന്റലിജൻസിനൊക്കെയാണ്? സ്കൂളിൽ എല്ലാരും ടൈപ്പ് ചെയ്യണേ.
ഈ 9 എണ്ണത്തില് സ്കൂളിൽ ടീച്ചർമാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ 9 ഇന്റലിജൻസ് ഏതാണ്? രക്ഷകർത്താക്കൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. കുട്ടികൾ തന്നെയല്ലേ, രക്ഷകർത്താക്കൾ ആൻസർ ചെയ്യണേ. ഇത് രക്ഷകർത്താക്കളാണ് ആൻസർ ചെയ്യുന്നത്, കാരണം അവർക്കത് ദഹിക്കാറായിട്ടില്ല, അവരുടെ പ്രായമായി വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഒന്ന് ലോജിക്കൽ, അമിത വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശിവശങ്കർ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല, ലോജിക്കൽ വെരി ഗുഡ്. ഒന്നുകൂടെ ഉണ്ട് ലോജിക്കൽ ഉണ്ട്, പിന്നെ ലോജിക്കൽ മാക്സിമം ലോജിക്കൽ ഓൾ. എല്ലാത്തിനും സ്കൂളിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല മോളെ, വളരെ കുറച്ച് സ്കൂളുകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലോജിക്കൽ ഇനിയുണ്ട് ലോജിക്കൽ ലിംഗ്വിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് ഉണ്ട് അമിത വെരി ഗുഡ്. ഒന്നുകൂടെ ലോജിക്കൽ ലിംഗ്വിസ്റ്റിക് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഉണ്ട് ലോജിക്കൽ വെർബൽ, ഒന്നുകൂടെ. അതുകൊണ്ടാണ് ഈ സിവിൽ സർവീസിനൊക്കെ ഇത്രയും ഡിമാൻഡ്. ഡോക്ടറോ എഞ്ചിനീയർ ആകാൻ പറയുന്നതിന്റെ പ്രധാന കാരണം ഇതുകൊണ്ടാണ്. അതൊന്ന് ലോജിക്കൽ, പിന്നെ ഒന്ന് ലിംഗ്വിസ്റ്റിക്, ഒന്നുകൂടെ ഉണ്ട്. ഇന്റർപേഴ്സണൽ അത്ര പ്രാധാന്യം ഇല്ല അതില. നമ്പർ സ്മാർട്ട് അത് ലോജിക്കൽ. എക്സിസ്റ്റൻഷ്യൽ അധികം പ്രാധാന്യമില്ല, സ്പേഷ്യലിന് അധികം പ്രാധാന്യമില്ല, വരയ്ക്കുന്നവരൊന്നും അത്രയ്ക്കൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, മ്യൂസിക്കലിന് അത്രയ്ക്ക് പ്രാധാന്യമില്ല, അത്രയ്ക്കില്ല. ഒന്നുകൂടെ ബുജികൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലിസ്റ്റിനൊന്നും അധികം പ്രാധാന്യം സ്കൂളിൽ കൊടുക്കത്തില്ല, അതൊക്കെ വല്ല നല്ല പാടം അങ്ങനത്തെ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ലോജിക്കൽ വെർബൽ ശിവപ്രിയ അല്ല. ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് അത്ര പ്രാധാന്യം, സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്. ലോജിക്കൽ ഇൻട്രാപ്പ് മിടുക്കൻ പല്ലവി ശ്രീജിത്ത് വെരി ഗുഡ്. ലോജിക്കലും ഇൻട്രാപേഴ്സണലും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പിള്ളേരെ അല്ലേ ടീച്ചർമാർക്ക് ഇഷ്ടം? എസ് ഓർ നോ? അതോ ക്ലാസ്സിൽ ബഹളം വെക്കുന്നവരെയാണോ? കൃത്യമായി പഠിക്കുന്നവരല്ലേ ടീച്ചർമാർക്ക് ഇഷ്ടം? എസ് ഓർ നോ? ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്ന എല്ലാവരും കണ്ണു തുറപ്പിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്, ശ്രദ്ധിച്ചു കേട്ടോണേ. ഓക്കെ, ലോകത്ത് ഏറ്റവും അധികം വിജയിച്ചിരിക്കുന്ന ആൾക്കാർ ഏതൊക്കെ മേഖലയിലുള്ളവരാണെന്നാണ് നിങ്ങളുടെ അറിവ്? രക്ഷകർത്താക്കൾ ആൻസർ ചെയ്താൽ മതി, കുട്ടികളോട് വേണമെങ്കിൽ ചോദിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഏതൊക്കെ മേഖലയിലുള്ള ആൾക്കാരാണ്? സെക്ടർ പറഞ്ഞാൽ മതി, മേഖല മാത്രം പോരട്ടെ. ചാറ്റ് ബോക്സ് അറിയട്ടെ, സ്പെല്ലിംഗ് നോക്കണം കേട്ടോ നിങ്ങൾ. ജിയാന ലോജിക്കൽ ഓക്കെ പറയൂ. ലോകത്തെ ഏറ്റവും ഫേമസ് ആയുള്ള ആൾക്കാരൊക്കെ ഏത് മേഖലയിൽ നിന്ന് വന്നവരാണ്? പറയട്ടെ നിങ്ങളുടെ അറിവില്. ഇന്റലിജൻസ് അല്ല, ഐ എം നോട്ട് ആസ്കിങ് അബൌട്ട് ഇന്റലിജൻസ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മേഖല. ഒന്ന് സ്പോർട്സ്, മിടുക്കൻ ദീപുമോൻ. ഒന്ന് സ്പോർട്സ് അല്ലെ, സ്പോർട്സ് താരങ്ങൾ മെസ്സി, റൊണാൾഡോ. റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട് അലോന റൊണാൾഡോ അയ്യോ വേണമെങ്കിൽ 2 ചാട്ടോട് ചാടിയത്. റൊണാൾഡോ. പിന്നെ സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പേസ് ഒക്കെ അത്ര ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. സയൻസ് ആൻഡ് ടെക്നോളജി എത്ര പേര് ഇവിടെ ഇരിക്കുന്ന പിള്ളേർ പറയും, പക്ഷെ സ്പോർട്സിലെ പിള്ളേരുടെ പേര് പറയും. മ്യൂസിക്കിന്റെ ആക്ടർ മിടുക്കൻ അലോണ ഫിലിപ്പ് മിടുക്കി. അഭിനേതാക്കള്, നടന്മാര്, ഷാറുഖ് ഖാൻ എല്ലാവർക്കും അറിയാം, കേരളത്തിലാണെങ്കിൽ മമ്മൂട്ടിയെ മോഹൻലാൽ എല്ലാവർക്കും അറിയാം, അമിതാഭ് ബച്ചൻ എല്ലാവർക്കും അറിയാം. എന്തിനേറെ പറയുന്നത്, ഹാഷിർ റായ് വരെ എല്ലാവർക്കും അറിയാം. ഹാഷിർ അല്ലേ? യെസ്. ബിസിനസ്സുകാര് വെരി ഗുഡ്. സ്പോർട്സ് പ്ലേയേഴ്സ്, ബിസിനസ്സുകാര്. പൊളിറ്റിക്സ്, ദിവ്യ ബിജു വെരി ഗുഡ്. പൊളിറ്റീഷ്യൻസ്മാരെ അറിയത്തില്ലേ? ലോക നേതാക്കന്മാർ നമുക്ക് അറിയത്തില്ലേ? ഫിലിം മേക്കേഴ്സ് യെസ്. ഡോക്ടേഴ്സ് അത്ര ഇല്ല, അറിയാം അത്ര ഇല്ല. റോപ്പർ ദീപുമോൻ റാപ്പർ ആരുടെ കാര്യം ഉദ്ദേശിച്ച മറ്റേ ഹനുമാൻ കൈൻഡിന്റെ ഒക്കെയാണോ? ഓക്കെ ലയണൽ മെസ്സി പൊളിറ്റിക്സ്. ഇനി ശ്രദ്ധിച്ച് സയൻസ് സോറി. ഓക്കെ എലോൺ മസ്ക് ഇസ് എ ട്രേഡർ. ഓക്കെ എലോൺ മസ്ക് ഇസ് എ ട്രേഡർ ഓർ എ ബിസിനസ്മാൻ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ എന്റെ ചോദ്യം ഇതാണ്, ഇവരുടെ ഇന്റലിജൻസ് ഏതാണ് ഇതിന്റെ അകത്ത്? ഇവിടെ നോക്കിയിട്ട് പറ. സ്പോർട്സ് താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഇന്റലിജൻസ് ഏതായിരിക്കും? ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് അല്ലേ? അഭിനേതാക്കൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഏതാ? ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക്. ബിസിനസ്സുകാർക്ക് ഏറ്റവും അധികം വേണ്ട എന്താ? ഇന്റർപേഴ്സണൽ സെയിൽസ് സ്കില്ലാണ് വേണ്ടത്. സിനിമാ ഫീൽഡിൽ മ്യൂസിക്കിലുള്ളവർക്ക് വേണ്ട എന്താ? മ്യൂസിക്കലാണ്. ആക്ടേഴ്സിനും അല്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്യുന്നവര് അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട, ഇപ്പൊ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പഠിക്കുന്നവർക്ക് വേണ്ട എന്താ? സ്പേഷ്യലാണ്. എസ് ഓർ നോ? നമ്മുടെ സ്കൂളിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ലോജിക്കലും ഇൻട്രാപേഴ്സണലും. ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചതിലെ മജോറിറ്റി ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്പേഷ്യല്, മ്യൂസിക്കല്, ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക്, ഇന്റർപേഴ്സണല്, ഇതൊക്കെയാണ്. ഇസ് ദാറ്റ് ക്ലിയർ? നമ്മുടെ കരിയർ മെന്റേഴ്സിനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. കരിയർ മെന്റർ മാസ്റ്റർ പഠിച്ച ആൾക്കാരുടെ അറിവിലേക്കൂടെ പറയുവാണ്. നമ്മളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോജിക്കലിലും ഇൻട്രാപേഴ്സണലും, പക്ഷെ ലോകത്ത് ഏറ്റവും അധികം വിജയിച്ച ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് മെറ്റ് ഇന്റലിജൻസിനെ നന്നായിട്ട് ഉപയോഗിച്ചു വരാം. എസ് ഓർ നോ?
അതുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതും ബി.എഡും എം.എഡും ഒക്കെ കഴിഞ്ഞ ടീച്ചർമാർ 15,000 രൂപ 20,000 രൂപയ്ക്ക് നിൽക്കുക. ശരിയല്ലേ? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ മക്കളുടെ ഈ ഇന്റലിജൻസ് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചിട്ട് പതിയെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാലോ. എല്ലാ ഇന്റലിജൻസും പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചിലത് പറ്റും. അതിലൊന്ന് വിഷ്വൽ സ്പേഷ്യലാണ്. വിഷ്വൽ സ്പേഷ്യലിന്റെ ബേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാനൊരു ചെറിയ അനുഭവ കഥ പറയാം. എൻ്റെ മകന്റെ കുറിച്ച് ഇങ്ങനെ മാം പറഞ്ഞില്ലേ, എൻ്റെ മകൻ അവന് 2.5 വയസ്സുള്ളപ്പോൾ കാർട്ടൂൺ കാഴ്ച എന്ന് പറഞ്ഞാൽ അന്യ കാർട്ടൂൺ കാഴ്ച. മറ്റേ ഡോറ ബുജി തുടങ്ങിയതാ. പിന്നെ എന്താ അനിയം ബാവ ചേട്ടൻ ബാവ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഏതാണ്ട് ഒരു ഇൻസ്പെക്ടർ രാജുവോ ഒരു അങ്ങനെ കുറെ കാർട്ടൂൺ, എനിക്ക് പേര് ഞാൻ വിട്ടുപോയി. കാർട്ടൂൺ കാഴ്ചയോട് കാർട്ടൂൺ, നിങ്ങൾക്ക് അതിന്റെ പേര് കറക്റ്റ് അറിയാവുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവൻ കാർട്ടൂൺ കാഴ്ച കൂടിയ സമയത്ത് ഞാൻ ഇവന്റെ ഒരു മൾട്ടിപ്പിളിനെസ് ഇവന്റെ ടെസ്റ്റ് പോയി എടുത്തായിരുന്നു. ടെസ്റ്റ് എടുത്തപ്പോൾ ഇവന്റെ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എബോ ആവറേജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവനെ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് എറണാകുളത്ത് പോയി പരിചയപ്പെട്ടിട്ട് ഒരു ക്രാഫ്റ്റിന്റെ കിറ്റ് ഞാൻ പോയി മേടിച്ചു. ആ ക്രാഫ്റ്റ് കിറ്റ് മേടിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി തന്നെ നടത്തി. ഇതാണ് എൻ്റെ മകൻ 2.5 വയസ്സുള്ളപ്പോൾ. അന്ന് ഞാൻ അവനെ ആ കിറ്റ് മേടിച്ച കിറ്റ് അൺബോക്സ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ കാണാം അഖില, കാണാം. അവധിക്കാലമായതോടുകൂടി മകന്റെ TV കാഴ്ച അല്പം കൂടി. എറണാകുളത്തൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു ഫ്രണ്ടാണ് ഈ ഒരു സ്മാർട്ട് കിറ്റ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ക്രാഫ്റ്റ് വർക്ക് ആയതുകൊണ്ട് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആളല്പം ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാം എറിഞ്ഞുടയ്ക്കുന്ന ഒരു ശീലമുണ്ട്. എന്തായാലും സാധനം മേടിച്ചുകൊണ്ട് കയ്യിലോട്ട് കൊടുത്തു. സാധനം ആൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒന്നെന്ന് പറഞ്ഞ അവളല്ലേ, അവളുടെ അത് കാണിച്ചു, കാണിച്ചു, അവർ കാണിച്ചു, അപ്രോഷൻ കാണിച്ചു, ഒന്ന് പ്രൊജക്ട്, സോറി അവധിക്കാലം നമുക്ക് അടുത്തെടുക്കാം. ചെറുതെടുക്കാം. മെഡിക്കൽ കാല് വേണം, 2 കാല്, 1 ഒന്നുകൂടെ 1. പിന്നെ വേണം സ്റ്റാർ വേണോ? എത്ര വേണം? 1 2 3 4 5. അപ്പൊ 5 സ്റ്റാർ എടുത്തു. അത് നോക്കിയാൽ അതിനകത്തുണ്ടോ നോക്കിയത്, ആ സാധനത്തുണ്ടോ നോക്കി. എവിടെ? കൈ ഫുള്ള് ചുറ്റും. ആ കണ്ണ് അങ്ങനെ മേക്കൊന്നും ആകരുത്, കണ്ണ് അടുത്ത് വരണം. വെച്ചോ, തേച്ചോ, ഒടിക്ക്. അങ്ങനെ ഒടിക്കാൻ പറഞ്ഞ കൈ അമർത്ത്, ഇടിക്കാനല്ലേ കൈ അമർത്ത്. അത് തന്നെ. 2 കണ്ണായോ? ഈ കിറ്റ് നിർമ്മിച്ചവരെ ഇത് സയന്റിഫിക്കലി ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് ആ പ്രോഗ്രസ് കാണാൻ സാധിക്കും. തുമ്പത്ത്, അങ്ങനെ തുമ്പത്തും ഈ തുമ്പത്തും, തുമ്പത്ത് മോളി തുമ്പത്ത്, മോളി എടുക്കാം. ചേച്ചി അച്ഛാണ് ചോദിക്കും. ലോക്നാഥിന്റെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്കാ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? മുഖത്തെ ആ സന്തോഷം കണ്ടോ? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പി ഹോർമോണിന്റെ സന്തോഷം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മിക്ക ദിവസങ്ങളിലും ഓരോ പ്രൊജക്ട് വെച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി സൈഡ് കൂടിയിട്ടുണ്ട്. അവനും ഹാപ്പി, ഞങ്ങൾ ഡബിൾ ഹാപ്പി. എങ്ങനെയുണ്ട് ലോക്കിയുടെ വർക്ക്? ഇഷ്ടപ്പെട്ടാ? സത്യത്തില് ദൈവമായിട്ടാണ് ആ ക്രാഫ്റ്റ് കിറ്റ് ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. അതിനുശേഷം അവനെ ഇനി ഇരുത്തി എല്ലാ ദിവസവും ഓരോ സാധനം വെച്ചിങ്ങനെ ചെയ്യിക്കാൻ തുടങ്ങി. ഇതിന്റെ വർക്കിന്റെ റിസൾട്ട്, നിങ്ങൾ അതിന്റെ റിസൾട്ട് കണ്ടോ? അതിന്റെ വർക്കിന്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ? ഇത് വന്നപ്പോൾ തൊട്ട് ആളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പിയായി. ഗുണം എന്നാന്ന് വെച്ചാൽ പിന്നെ അങ്ങ് പതിയെ വര ആരംഭിച്ചു. ഞങ്ങളുടെ വീട്ടിലെ പെയിന്റ് അടി ആള് ചെയ്യും. നിങ്ങൾക്ക് ആള് അന്ന് തന്നെ ഇപ്പൊ അരവിന്ദ് പറഞ്ഞ ഫൈൻ മോട്ടോർ സ്കിൽസ് കിട്ടിയത് കൊണ്ട് കണ്ണടച്ച് പെയിന്റ് അടിക്കാൻ വരും. കണ്ണടച്ചാൽ കണ്ണടച്ചു പിടിച്ചല്ല, ഒരു പോയിന്റ് കിട്ടിയാൽ അവിടെ ശരിക്കും ഡാർക്കൻ ചെയ്ത് സ്പേസ് വരാതെ ആള് പെയിന്റിങ് തുടങ്ങി. അങ്ങനെ പതിയെ ഇതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് കുറവുള്ള ആളാന്ന് നോക്കണം. പക്ഷെ അങ്ങനെ പയ്യെ പെൻസിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കാനായിട്ട് തുടങ്ങി. ഞാനപ്പോ ഡ്രോയിങ്ങിന് കൊണ്ട് ചേർത്തു. ഇപ്പൊ ആൾക്ക് 6.5 വയസ്സുള്ളൂ കേട്ടോ. എന്ത് സാധനം കണ്ടാലും പുള്ളി അതിനെ നോക്കിയിട്ട് അങ്ങ് വരച്ചു തുടങ്ങും. ഇതൊക്കെ കഴിഞ്ഞ മാസം വരച്ചാണ്. ഈ മാസം വരച്ച കുറച്ച് നല്ല ഫോട്ടോ ഉണ്ട്. എനിക്ക് ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇങ്ങനെ എന്ത് വഴി കണ്ടാലും അത് വെച്ചിട്ട് അവൻ അവൻ്റെതായ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വര അങ്ങ് ആരംഭിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട്?
ഈ ബസ്സൊക്കെ വരയ്ക്കുമ്പോൾ പറഞ്ഞേക്കെ ഇത് ഫ്രണ്ടിലത്തെ മിററാണ്, ഇത് ഇന്ന സ്ഥലത്താണ്, ഡ്രൈവർക്ക് കയറാനുള്ള സംഭവം ഇവിടെയുണ്ട്. ഇങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരയ്ക്കാനുള്ളൊരു കഴിവിലേക്കാവും വന്നു. അതിന്റെ അർത്ഥം എനിക്കുണ്ടായ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ചെറുപ്പത്തിലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ അവന്റെ കുറവുള്ള എന്താന്ന് നോക്കിയിട്ട് അതിനുള്ള ട്രെയിനിങ് സിസ്റ്റമാറ്റിക് ആയി കൊടുത്തുകൊണ്ട് അതിനുള്ള ഗ്രോത്ത് ഉണ്ടായി. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ? തംസപ്പ് വെക്ക്, തംസപ്പ് വെക്ക്, തംസപ്പ് വെക്ക്, തംസപ്പ് വെക്ക്. എനിക്ക് അവന്റെ കേസിൽ ഒരു ഒറ്റ സങ്കടമുള്ളൂ, എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുണ്ട് കേട്ടോ. ആ കഴിവ് എൻ്റെ മകന് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. ഞാൻ തമാശ സത്യമായിട്ട് പറഞ്ഞതാ. ഞാൻ വരച്ചൊരു പടം കാണിക്കട്ടെ. ഞാൻ ഒരു മാസം മുമ്പ് വരച്ചൊരു പടം. എൻ്റെ കഴിവ് എൻ്റെ മകന് കിട്ടിയോ നിങ്ങൾ തന്നെ പറ. ഇതാണ് ഞാൻ വരച്ച പടം. ഇതൊരു പാമ്പാകട്ടെ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പാമ്പാന്ന്. എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, സത്യമായിട്ട് ഞാൻ പറയുക. എനിക്ക് ഒപ്പിച്ച് വരയ്ക്കാൻ അറിയത്തുള്ളൂ. എന്താ ഇതിന്റെ അർത്ഥം? ആൽഡ്രിന്റെ അമ്മേ, നമുക്ക് ആ കഴിവ് ഉണ്ടാകണമെന്നില്ല നമ്മുടെ മകന് അതുണ്ടാകാൻ. ഈസ് ദാറ്റ് ക്ലിയർ? ഞാനും എൻ്റെ ഭാര്യയും ലോജിക്കൽ മാത്തമാറ്റിക്കലാ. എൻ്റെ മകൻ ലിംഗ്വിസ്റ്റിക് ആണ് മെയിൻ ആയിട്ട്. അവന്റെ ഭാഷയാണ് അവന്റെ ഏറ്റവും നല്ലത്. അവൻ എക്സിസ്റ്റൻഷ്യൽ ആണ്. അവന്റെ അടുത്തുള്ള ഇന്റലിജൻസ് വിഷ്വൽ സ്പേഷ്യൽ ആണ്. അത് ഞങ്ങൾ ഇങ്ങനെ പതിയെ പതിയെ വളർത്തിക്കൊണ്ടിരിക്കുക. നമുക്കിത് ഉണ്ടാകണം എന്നില്ല മക്കളിൽ വളർത്തിയെടുക്കുവാൻ. ഈസ് ദാറ്റ് ക്ലിയർ? എന്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറു പ്രായത്തിലുള്ള കുട്ടികൾ, നിങ്ങൾക്ക് വിഷ്വൽ സ്പേഷ്യലിന്റെ ബേസ് ഉണ്ടെങ്കിൽ നമുക്കിത് പതിയെ പതിയെ വളർത്തിയെടുത്തുകൊണ്ട് പോകാം. എൻ്റെ മകന് സംഭവിച്ച പോലെ. ഇതാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ നടത്തിയൊരു സ്റ്റഡി. ഇത് സംഭവം വ്യക്തമായോ? സോ നമുക്കിതിന് ശേഷം ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പറയാം. ഇതാണ്ട് ഇവിടെ കരിയർ മെന്റർ മാസ്റ്ററി എന്നൊരു കോഴ്സ് നമുക്കുണ്ട്. ആ കരിയർ മെന്റർ മാസ്റ്ററി പഠിച്ച ആൾക്കാരെല്ലാം ചാറ്റ് ബോക്സിൽ CMM എന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ? ഇനിയാണ് നിങ്ങളുടെ എൻട്രി. പെട്ടെന്ന് ആയിക്കോട്ടെ. കരിയർ മെന്റർ മാസ്റ്റർക്കാര് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ CMM. പുറത്താണ് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരെല്ലാം കരിയർ മെന്റർ മാസ്റ്ററി പഠിച്ചവരാണ്. ഇവർക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നന്നായിട്ട് അറിയാം. ഒരു കുട്ടിയുടെ കഴിവ് കണ്ടുപിടിക്കാൻ അറിയാം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ജോസഫ് ജോൺ എന്നുള്ള പേര് കിടക്കുന്ന മോൻ, ആ മോന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇവരൊരു അസസ്മെന്റ് വെച്ച് കണ്ടുപിടിക്കും. ഈ മോന് ഓരോ ഇന്റലിജൻസിലും 100ൽ എത്ര സ്കോർ ഉണ്ടെന്ന് നോക്കും. നമ്മുടെ ഈ കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയാണ്. നമുക്കൊരു 5 ദിവസത്തെ കോഴ്സാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടിരുന്നത്. കോഴ്സ് തുടങ്ങുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് 4 കുട്ടികൾക്ക് ഒരു മെന്ററെ വെച്ച് നമ്മൾ അസൈൻ ചെയ്യും. ആ മെന്റർ നിങ്ങളുടെ മക്കളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒന്ന് നോക്കും. ക്ലിയർ ആയോ? എന്നിട്ട് അതിലെ കുറവുള്ള സ്കോറിങ് എന്തൊക്കെയാന്ന് നോക്കും. എന്നിട്ട് നമ്മുടെ ഈ കോഴ്സ് നടക്കുന്ന സമയമില്ലേ, ഈ ഡ്യൂറേഷനിൽ അവർ കീനായിട്ട് അവർ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് കോഴ്സ് തീരുന്ന കഴിയത്തില്ലേ, അന്നേരം ഒരിക്കൽ കൂടെ ഒന്ന് സ്കോർ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരും. അതെ, നിങ്ങളുടെ മോന് ഇന്ന ഇന്റലിജൻസ് വളരെ ഹയർ ആണ്, ഇന്നത് ഇച്ചിരി കുറവുണ്ട്, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊച്ചിനെ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റും, പിന്നെ ഇന്ന കാര്യങ്ങൾ ആൾക്ക് അധികം കഴിവില്ല, അതിലേക്ക് അധികം ഫോക്കസ് ചെയ്തില്ല, സാരില്ല, ഇത് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഈ പ്രായത്തിലെ ഇങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ കരിയർ സേഫ് ആകില്ലേ? യെസ് ഓർ നോ? ദാറ്റ്സ് അവർ ഇന്റൻഷൻ. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ചെറിയ പ്രായത്തിലെ നമ്മുടെ കുട്ടികളുടെ കഴിവും കുറവും, എല്ലാം കഴിവുകളല്ല, ചില കുറവുകൾ നമ്മൾ തിരിച്ചറിയണം. ആ കുറവുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ വളർത്താൻ പറ്റുന്നതിന് നമ്മൾ വളർത്തും. അല്ലാത്തത് നമ്മൾ പറയും അത് വളർത്തേണ്ടതില്ല, അതിന് പകരം ഈ കുട്ടിക്ക് വേറൊരു ഗിഫ്റ്റഡ് കഴിവുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് ഇവരുടെ അറിവിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഈ കോഴ്സിന്റെ ഡ്യൂറേഷന് പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ചെയ്താൽ നമ്മുടെ പിള്ളേരെ സ്ക്രീനിൽ നിന്നും നമുക്ക് ഇറക്കാൻ പറ്റില്ലേ? അവരുടെ യഥാർത്ഥ കഴിവ് ചെറുപ്പം മുതലേ നമുക്കൊന്ന് കണ്ടെത്തി കൊടുത്താൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്ത് വളർത്താൻ പറ്റില്ലേ? കൃത്യമായ കരിയറിലേക്ക് പോകാൻ പറ്റില്ലേ? ഈ നാട് വിടേണ്ട ആവശ്യകത ഉണ്ടോ? ഈ നാട്ടിൽ തന്നെ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ? നമ്മുടെ ഈ നാട്ടിൽ പിള്ളേരൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ്. ആ അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകരുത്. അതാണ് നമ്മുടെ മിഷൻ. പാഷനെ നിങ്ങളുടെ പാഷനെ പ്രൊഫഷൻ ആക്കി പ്രോഫിറ്റ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത് ആ കഴിവിലൂടെ പ്രൊഫഷൻ ബിൽഡ് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ടീമിനെ നമുക്ക് തയ്യാറാക്കണം. അങ്ങനെ ടീം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് പിള്ളേരുടെ ടീമാണ്, നിങ്ങളെപ്പോലുള്ള മിടുക്കറുടെ ടീം. ആർ യു റെഡി ഫോർ ദാറ്റ്? ആർ യു റെഡി ഫോർ ദാറ്റ്? ആ ക്രാഫ്റ്റിലൂടെ 9 ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാവോ? ഇല്ല, 7 എണ്ണം ഡെവലപ്പ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം,
ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഡെവലപ്പ് ചെയ്യാൻ. കാരണം ഹാൻഡ് ഐ കോർഡിനേഷനും ഫൈൻ മോട്ടോർ സ്കിൽസും ഈ ഒട്ടിക്കൽ ഈ സംഭവം എല്ലാം നമ്മൾ കൃത്യമായിട്ട് അത് സ്ട്രെയിൻ ചെയ്യിക്കും. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, കാരണം നിങ്ങൾക്ക് മെഷർമെന്റ് അറിയണം, പാറ്റേൺ അറിയണം, റെക്കഗ്നൈസ് ചെയ്യണം, സ്ട്രക്ചർ അറിയണം, പ്രോബ്ലം സോൾവിംഗ് അറിയണം. ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഇമാജിനേഷൻസ്, ഒപ്പം തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ ക്ഷമ കൂടും. കാരണം ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്താൽ വിജയിക്കത്തുള്ളൂ. ക്ഷമ കൂടും, ഫോക്കസ് കൂടും. നമ്മൾ ഈ ഇറിറ്റേഷൻ ഒക്കെ ഉള്ള ആ ഒരു അവസ്ഥ മാറിയിട്ട് ഫോക്കസ് കൂടാൻ സഹായിക്കും. അങ്ങനെ ഈ 4 ഇന്റലിജൻസും നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു 3 ഇന്റലിജൻസ് ഉണ്ട്. ഒന്ന് അത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്, അതായത് മറ്റുള്ളവരായിട്ട് ഇടപെടുന്നതിന്റെ. അതിനുവേണ്ടി നമ്മൾ ഒരു ടീമായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല പഠിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ടീമൊക്കെ ഉണ്ടാവും, ഗ്രൂപ്പ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഭാഷ ക്ലിയർ ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. മീൻസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ തരും. പിന്നെ നാച്ചുറലിസ്റ്റിക്, പ്രകൃതിയോടൊക്കെ ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് കൂടും. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് കൂടെ കിട്ടും. അങ്ങനെ ഈ ഒരു കോഴ്സിലൂടെ 7+1 7 ഇന്റലിജൻസും പ്ലസ് ഒരു ക്രോസ് ഇന്റലിജൻസോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. 6C 6 ഔട്ട്കം, ആ സിയിലുള്ള 6 ഔട്ട്കം കിട്ടും. കോർ ഔട്ട്കംസ് ക്രിയേറ്റിവിറ്റി, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങൾ കിട്ടുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചോട് കൂടിയുള്ള ഒരു കോഴ്സ് ആയിരിക്കും. പ്ലസ് ലൈഫ് സ്കിൽസിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്റെ മകൻ ഒരു കിറ്റ് ഉപയോഗിച്ച കണ്ടോ? കിറ്റ് കണ്ടോ? ആ കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. ആ കിറ്റ് ബൈ പോസ്റ്റിൽ നിങ്ങൾക്ക് അയച്ചു തരും. ആ കിറ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ക്രാഫ്റ്റ് ട്രെയിനിങ് കൊണ്ടുപോകുന്നത്. അതായത് ബേസ് 0 നിൽക്കുന്ന ഒരു കൊച്ച്, എനിക്ക് ക്രാഫ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, പക്ഷെ എനിക്കിത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ആ കിറ്റ് അയച്ചു തരും. ആ കിറ്റിന്റെ അകത്ത് 36 ടാസ്കുകളുണ്ട്. 18 ടാസ്ക് ആണ്. ഒരു ടാസ്ക് 2 വട്ടം വെച്ചുണ്ട്. അങ്ങനെ 36 ടാസ്ക് ഉണ്ടാകും. ഈ ടാസ്ക് കുട്ടികൾ ചെയ്യണം. അതിനുള്ള കൃത്യമായ ട്രെയിനിങ് ജസ്റ്റിൻ സാറും അരവിന്ദ് സാറും നൽകും. ഒപ്പം നിങ്ങളോടൊപ്പം മെന്റേഴ്സും ഉണ്ടാകും. ഇതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ കോഴ്സ് മുമ്പോട്ട് പോകുന്നത്. ഈ സംഭവം ക്ലിയർ ആയോ? ദെൻ ശ്രദ്ധിച്ചു കേൾക്കുക. ക്ലാസ് നടക്കുക 5 ദിവസമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകുക. ഈ 5 ദിവസത്തെ ക്ലാസിന്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ? നമുക്കൊരു ആപ്പ് ഉണ്ട് കേട്ടോ, ഹഗ് ഇന്റർനാഷണൽ ഒരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹഗ് ഇന്റർനാഷണൽ ആപ്പ്. ഈ ആപ്പിൽ കയറി നിങ്ങൾക്ക് വീഡിയോ കാണാം. യൂട്യൂബിലല്ല, ആപ്പിലായിരിക്കും വീഡിയോ വെക്കുന്നത്. എന്തിനാണ് ഞങ്ങൾ ആപ്പിൽ വീഡിയോ വെക്കുന്നത് അറിയാവോ? യൂട്യൂബിൽ വെക്കാതെ ആപ്പിൽ വെക്കുന്നേ. ആപ്പിൽ വെച്ചതിന് ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ആ വഴിക്ക് വേറെ വീഡിയോ കണ്ട് ആ വഴിക്ക് അങ്ങ് പോകും. ഓർണോ? ആപ്പിലാകുമ്പോൾ അങ്ങനെ പോകില്ല. നിങ്ങൾ ഇത് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ വരുന്നു, വേണ്ട സാധനം മാത്രം. ആടൊന്നും ഇല്ല, ആപ്പിന്റെ അകത്ത് ആടൊന്നും ഇല്ല. നേരെ വരുന്നു. കാരണം നമുക്ക് ഫോണിന്റെ സമയം കുറയ്ക്കണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ പഠിക്കുന്നത്. യൂട്യൂബിൽ പോയ വീഡിയോ കാണാൻ പോകത്തില്ലേ? ഹാഷിറെ കാണാൻ പോകത്തില്ലേ? അടിബമ്മലെ പോകത്തില്ലേ? പോകാൻ സമ്മതിക്കത്തില്ല. തിരിച്ചങ്ങോട്ട് കൊണ്ടുവരും. ചാത്തന്മാരെ കൊണ്ട് ഞങ്ങൾ കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആപ്പിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാ സെഷന്റെ റെക്കോർഡിങ് 1 മന്ത് ആക്സസ് കിട്ടും. 1 മാസത്തേക്ക് ആ റെക്കോർഡിങ് കിട്ടും. പ്ലസ് നമ്മൾ ചെയ്യേണ്ട ചില ടാസ്കുകൾ, നമ്മുടെ എക്സസൈസുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? ദെൻ ശ്രദ്ധിച്ചു കേൾക്കുക. ദെൻ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. ആരാ? ഒരു മെന്റർ. നിങ്ങളെ സെലക്ട് ചെയ്ത ഒരു മെന്ററെ നിങ്ങൾക്ക് തരും. ആ മെന്റർ നിങ്ങളെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഗൈഡ് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ ആണോ? ദെൻ നിങ്ങൾക്ക് ആ കിറ്റ് നാളെ രാവിലത്തേക്ക് നിങ്ങൾക്ക് അയച്ചു തരും. നാളെ രാവിലെ അയച്ചു തരും. ആ കിറ്റ് വന്ന ശേഷമായിരിക്കും നമ്മുടെ മെയിൻ കോഴ്സ് ആരംഭിക്കുക. 5 ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓൺലൈൻ ലൈവ് ഉണ്ട്. ഓൺലൈൻ ലൈവ് ഉണ്ട്. നമ്മൾ നിലവിൽ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. നമ്മൾ 16-ാം തീയതി ശനിയാഴ്ച മുതലാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന 16-ാം തീയതി ശനിയാഴ്ച മുതലാണ്. അത് നിങ്ങൾക്ക് നാളെ കിറ്റ് അയച്ചു തരണം. കാരണം കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും. കാരണം കിറ്റ് അയച്ചു തരണമല്ലോ. ഇന്ത്യയിൽ എവിടെയല്ലോ കേട്ടോ, കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ബോംബെയിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. കാരണം അവർക്ക് അയച്ചു തരാൻ പറ്റും, നോ പ്രോബ്ലം. അപ്പം കിറ്റ് അയച്ചു തരും. നാളെ തന്നെ നിങ്ങൾ ഇന്ന് അഡ്വാൻസ് പേ ചെയ്യണം. എമൗണ്ട് ഒക്കെ ഞാനിപ്പോൾ പറയാം. അഡ്വാൻസ് പേ ചെയ്യണം. അതിനുശേഷം കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. കിറ്റ് കിട്ടി വന്നാൽ 16-ാം തീയതി നമ്മൾ ക്ലാസ് ആരംഭിക്കും. അതിനുശേഷം 5 ദിവസമായിരിക്കും ക്ലാസ്. അത് നിങ്ങളുടെ ടൈമിംഗ് എല്ലാം നോക്കിയിട്ട് ഈ പ്രോബബ്ലി ഒരു 7 മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി 8 മണി വരെ 1 അവർ ആയിരിക്കും ലൈവ് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഓക്കെ. ശേഷം
ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് കൃത്യമായിട്ടുണ്ടാകും. അത് മെന്റേഴ്സുമായിട്ട് കൂടി കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് നൽകിയായിരിക്കും ഇത് മുമ്പോട്ട് പോകുന്നത്. എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ കിട്ടുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് 1 മാസത്തേക്ക് ആക്സസ് ഉണ്ടാകും. പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം റെക്കോർഡിംഗിനായിട്ട് കിട്ടുന്നുണ്ടാകും. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ജസ്റ്റിൻ സാറേ വേറെ എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യേണ്ടതുണ്ടോ ഇതിനകത്ത്? ജസ്വിൻ, how can I join? യെസ്, പറയാം. ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫീസ് അടയ്ക്കണം. എത്ര അടയ്ക്കണം? അതാണ് ചോദ്യം. നിങ്ങൾ പറ. നമ്മുടെ കിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ കിറ്റിന്റെ ശരിക്കും 1000 റുപ്പീസ് വില വരുന്നൊരു കിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. 1000 റുപ്പീസിൽ 36 ടാസ്ക് ഉള്ള കിറ്റാണ്. വളരെ എന്താ വെച്ചാൽ സയന്റിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള, ഞാൻ എന്റെ മകൻ ഉപയോഗിച്ച അതിന്റെ ആ ബേസ് കിറ്റാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഈ കോഴ്സിന് ശേഷം ലെവൽ 2 അതിന്റെ അടുത്ത ലെവൽ വരും. അപ്പം 1000 രൂപയുടെ കിറ്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ 1000 രൂപ അതിനു വേണ്ടിയായി. ഇനി എത്ര വേണ്ടിയാവും? നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. അസസ്മെന്റ്, ഹൗ ക്യാൻ ഐ പേ? പറയാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ. മെന്റേഴ്സ് നിങ്ങൾ അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന കരിയർ മെന്റേഴ്സ് ആണ്. സൂര്യമാം അടക്കമുള്ളവരൊക്കെ കരിയർ മെന്റേഴ്സാണ്. കൃഷ്ണശാന്തി മാം കരിയർ മെന്ററാ. ഇവരൊക്കെ നിങ്ങൾ മെന്ററിങ് ചെയ്യുന്നതിന് ഇവരൊക്കെ പല രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ല കേട്ടോ, ഇവർ പുറത്ത് ചാർജ്, ഇവിടെ ചാർജ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അപ്പം അവർ പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ ഇവരൊക്കെ 2000 രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു കൊച്ചിന് ഒരു തവണ അസസ് ചെയ്യാൻ വേണ്ടി 2000 രൂപ, 3000 രൂപ. നമ്മുടെ കൂട്ടത്തിലുള്ള ഐസക് തോമസ് സാർ ആണെങ്കിൽ 10000 രൂപയാണ്. അത് സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ വെച്ചിട്ട് അത് വലിയ പരിപാടിയാണ്. നമുക്ക് അത്ര ആയില്ല, നമ്മൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ഇവർ 2000 രൂപ ചാർജ് ചെയ്തു. അപ്പൊ 2 അസസ്മെന്റ് തവണ ചെയ്യുമ്പോൾ ഇവർ എത്ര ചാർജ് ചെയ്യണം? 2000 + 2000 അപ്പൊ എത്രയായി? 4000. അപ്പൊ ക്രാഫ്റ്റിന് വില കൂടെ ആകുമ്പോൾ 5000. ജസ്വിൻ സാർ അരവിന്ദ് സാറും പഠിപ്പിക്കുന്നുണ്ട് 5 ദിവസം. ആപ്പുണ്ട്. അപ്പൊ മൊത്തം എത്ര വേണം? നിങ്ങൾ പറ. ആ പൈസ വെക്കാം. വേഗം ആയിക്കോട്ടെ. ചാറ്റ് ബോക്സിൽ പറ. ഇപ്പൊ എല്ലാം കൂടെ കൂടി എത്ര എന്ന് പറ. ആ പൈസ ഞങ്ങൾ മേടിച്ചോളാം. അതേ മേടിക്കത്തുള്ളൂ. പറട്ടെ. ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡൗട്ട് ചോദിക്കാൻ സമയം തരാം കേട്ടോ. ഡൗട്ട് ചോദിക്കാണ്ട് ജസ്റ്റിൻ ചേട്ടൻ നിങ്ങൾക്ക് 1-2 പൂക്കളൊക്കെ ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരും. ഇത് കഴിഞ്ഞിട്ട് ലൈവ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ക്രാഫ്റ്റ് പൂക്കളൊക്കെ ചെയ്യുന്ന പേപ്പർ കൊണ്ടൊന്ന് കാണിച്ചു തരും. എത്ര ഫീസ് വെക്കണം? 5000. ശിവശങ്കർ, അത് ഇച്ചിരി കുറഞ്ഞു പോയില്ലേ ശിവശങ്കറെ? 5000 ജസ്വിൻ. ഓക്കെ, വരട്ടെ. 5500. 5500 ഒരു തരം. 8000 ജസ്വിൻ. പോരട്ടെ. ജസ്വിന്റെ പപ്പ പിന്നീടാ കുറച്ച് പറയട, അല്ലെങ്കിൽ അവര് വേസ്റ്റ് കൂട്ടൂടാ. 3000 ഹന്ന. ഓക്കെ, പോരട്ടെ. 6000, 9000. ഓക്കെ. എന്നാലും നിങ്ങൾക്ക് എന്റെ മനസ്സ് വായിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത്, ഞാൻ നമ്മുടെ അക്കൗണ്ട്സ് ടീമിന് ഇത് അയച്ചു കൊടുത്തിട്ട് വൈകുന്നേരമാണ് അവർ ഫീസ് ഫിക്സ് ചെയ്ത് എനിക്ക് തന്നത്. ഇതിനകത്ത് എനിക്ക് ആ മിടുക്കന്മാരെ സമ്മതിക്കാതെ വയ്യ. 10000. മാധവ് 10000. പോരട്ടെ. 1,00,000 ജസ്വിനെ. അത്രയ്ക്ക് മൂല്യമൊക്കെ ഉണ്ടെന്ന് വേണേ പറയാം. നമ്മുടെ അക്കൗണ്ട്സ് ടീം അയച്ചു തന്ന കോഴ്സ് ഫീ ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. എത്രയാ? 5000. റെഡിയാണോ? മറിയ കോശി, അമ്മേ 5000 രൂപ വേണമെന്ന് വേഗം എടുത്തോണ്ട് വന്നു. എന്നാലേ നമ്മളൊരു വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടൊരു ഓർഗനൈസേഷനാണ്. നമുക്ക് ഈ ഫീസൊക്കെ മേടിച്ച് നമുക്ക് ലാഭകരമായി നല്ല രീതിയിൽ എല്ലാവർക്കും ശമ്പളം കൊടുത്ത് പോകാം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ കൊടുത്തേ നമ്മൾ മുമ്പോട്ട് പോകാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഓഫർ പ്രൈസ് ഉണ്ട്. പറയട്ടെ ജിയാന? ഇറ്റ്സ് 2,999. ഹാപ്പി? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫുൾ പൈസ നടക്കില്ല. 1000 രൂപ അഡ്വാൻസ് അടയ്ക്കുക. നാളെ രാവിലെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കണം. രാവിലെ കിറ്റ് അയച്ചു തരും. കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി പേയ്മെന്റ് അടച്ചാൽ മതി. ഹാപ്പി? എത്ര പേർ റെഡിയാ? ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ആർ. ടിക് 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 ടിക്. ഇൻ ഡോളേഴ്സോ? ശിവശങ്കർ എത്ര പേർ ചാറ്റ് ബോക്സിൽ ആറെന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ആർ. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ പറയാം, പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനും പറയാം. ക്വിക്ക് പറട്ടെ. ഹൗ മച്ച് എമൗണ്ട്? 2,999. റെഡി. പോരട്ടെ. മാധവ് റെഡി. ജോസഫ് ജോൺ റെഡി. കമോൺ. ധൃതി റെഡി. കമോൺ. പോരട്ടെ. മാധവ് എസ് അഗെയിൻ റെഡി. 2 മാധവ് ഉണ്ടോ? ഓക്കെ, കമോൺ. സോ 500 ഇല്ല ജസ്റ്റിനെ? 5,000 ഇല്ല. കാരണം നമ്മൾ ഏറ്റവും മിനിമം ഫീസ് വെച്ച് നമ്മൾ എപ്പോഴും പോകത്തുള്ളൂ. കാരണം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ രീതി അതാണ്. പക്ഷെ മുമ്പോട്ടുള്ള ബാച്ചിൽ ഫീസ് കൂടും, ഉറപ്പാണ്. 5,000ലേക്ക് ഫീസ് പോകും. നമ്മളത് ഫസ്റ്റ് ബാച്ചായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഇട്ടേക്കുന്നത്. ആൽഡ്രിൻ കുഞ്ഞു റെഡി. എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ സന്തോഷകാരിയോടെ പറയട്ടെ.
നിങ്ങൾ ഈ വെബിനാറിൽ വന്നിരുന്നല്ലേ, ലൈവ് ഇരുന്നല്ലേ? ഇപ്പം ഈ വെബിനാർ ലൈവ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ആ ഓഫർ ഇതാണ്. ഇനി വേറെ ഓഫർ ഒന്നും ഇല്ല. ആ സ്പെഷ്യൽ ഓഫർ 2499 2499 രൂപ. അത് നമ്മുടെ ഈ വെബിനാർ തീരുന്നിടം വരെ ഓഫർ ഉണ്ടാവുകയുള്ളൂ. നാളെ ചോദിച്ചാൽ 2999 ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കാരണം അത്ര എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കാറുണ്ട് നമ്മുടെ കോഴ്സുകൾക്ക്. അതുകൊണ്ടാണ് ഈ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. അഡ്മിഷൻ വേണ്ടവർ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ആ ഗൂഗിൾ അവിടെ കാണുന്ന ആ QR കോഡ് ഉണ്ടല്ലോ, ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. ദെൻ നേരെ 1000 rupees അയക്കുക. അയച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ ഇപ്പോൾ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആ പേയ്മെന്റ് അടച്ചതിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും അഡ്രസ്സും, ശ്രദ്ധിച്ചു വെക്കുക, നിങ്ങളുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് ബൈ പോസ്റ്റൽ അഡ്രസ് ഇടുക. കാരണം നിങ്ങൾ ആ 1000 rupees നമ്മുടെ കിറ്റിന്റെ പ്രൈസ് ആണ്. നാളെ രാവിലെ തന്നെ ആ കിറ്റിന് നമ്മൾ ഓർഡർ കൊടുത്ത് അവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും. ആ കിറ്റ് നിങ്ങളുടെ വന്നാലേ ഉള്ളൂ നമ്മുടെ കോഴ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ജസ്റ്റിൻ സാറേ, സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് വാട്സപ്പിൽ ഒന്ന് ഇട്ടേക്കാവോ? ഞാൻ എബ്രോഡ് ഉള്ളവർ ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യേണ്ട എന്ന് പറയും പ്രത്യേകമായിട്ട്. കാരണം എബ്രോഡ് ഉള്ളവർക്ക് വേണ്ടി വേറെ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് കിറ്റ് വെച്ച് പ്രാക്ടിക്കലി നടക്കത്തില്ല. കിറ്റ് നമുക്ക് എബ്രോഡ് അയക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ എവിടെയുള്ളവർക്ക് വേണേലും നമുക്ക് ജോയിൻ ചെയ്യാം. അവർക്ക് നാളത്തെ ഇതിന്റെ ഭാഗമാകാനായിട്ട് പറ്റും. ജസ്റ്റിൻ സാറേ അൺമ്യൂട്ട് ചെയ്യാമോ? ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് ട്രെയിനിങ്ങിന്റെ ഈ വെബിനാറിന്റെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി എന്റെ നമ്പർ. മതി. അവിടെ ആ QR കോഡ് ഒന്ന് ഇട്ടേക്കാവോ? ജസ്റ്റ് സാറെ QR കോഡ് ഒന്ന് അവിടെ ഇട്ടേക്കുക. ഒപ്പം തന്നെ കാരണം ആർക്കൊരു ഡിഫിക്കൽറ്റി വരാതിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് സാറിന്റെ GPay നമ്പർ ഇതാണ്. ഞാൻ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. GPay നമ്പർ ചോദിക്കുന്നുണ്ട്. എന്തോ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നവരുണ്ട്, GPay ഇല്ല. യെസ് ഷുവർ. ഞാൻ ഒരു സെക്കൻഡ് ഇപ്പൊ തരാവേ. അക്കൗണ്ട് നമ്പർ ഹഗിന്റെ അക്കൗണ്ട് നമ്പർ തന്നെ തരാം. ഒന്ന് വെയിറ്റ് ചെയ്തോളെ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാവോ ജസ്റ്റിൻ സാറേ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാവോ? യെസ്. നിങ്ങൾക്ക് പേയ്മെന്റുമായി ബന്ധപ്പെട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളൊക്കെ ഇപ്പൊ ചോദിക്കാൻ ഒരു സമയം തരാം. ഒപ്പം തന്നെ അക്കൗണ്ട് നമ്പറുടെ ഐ വിൽ ഷെയർ. ശ്രീധർമ്മ അക്കൗണ്ട് നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ? ഹഗിന്റെ ഗ്രൂപ്പിൽ തന്നെ ചെയ്തു. എളുപ്പമുണ്ട്. നമ്മുടെ വെബിനാറിന്റെ ഗ്രൂപ്പ് ഇല്ലേ, ആ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അവിടെ നിങ്ങൾക്ക് അത് ചെയ്യാം. കാരണം ഹഗിന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഈ 5 എന്നുള്ള നമ്പർ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്തേക്കാവോ? പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പേയ്മെന്റ് അടച്ച ഉടനെ തന്നെ കൊച്ചിന്റെ പേര് വേണമെന്നില്ല. നിങ്ങളുടെ ഒഫീഷ്യൽ പോസ്റ്റൽ അഡ്രസ്സ് അവിടെ കൃത്യമായിട്ട് പേര്, പോസ്റ്റ് ഓഫീസ്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്തിടണം. കാരണം ആ അഡ്രസ്സിലേക്ക് നമുക്ക് നാളെ തന്നെ കിറ്റ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നത്. വിച്ച് ഗ്രൂപ്പ് എന്നുള്ള ജസ്വിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ല, ഹഗ് ക്രിയേറ്റീവ് ക്രാഫ്റ്റ് വെബിനാർ എന്നുള്ള ഗ്രൂപ്പിൽ ഇല്ല എങ്കിൽ ജസ്വിന് ഒരു കാര്യം ചെയ്യും. ജസ്വിന്റെ ഫോൺ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് ഇപ്പൊ ജസ്വിനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അക്കൗണ്ട് നമ്പർ ഗ്രൂപ്പിലുണ്ടേ. യെസ്. നമുക്കിത് ഫസ്റ്റ് ബാച്ച് അല്ല കേട്ടോ. ഇതിനു മുമ്പ് ഒരു ബാച്ച് ഉണ്ടായിരുന്നു. നമ്മളൊരു ട്രയൽ ബാച്ച് ഇതിനു മുമ്പ് നടത്തിയിരുന്നു. അതൊരു 3 ദിവസത്തെ ചെറിയ കോഴ്സായിരുന്നു. അന്ന് കിറ്റ് വെച്ചായിരുന്നില്ല. പകരം നമ്മൾ അന്ന് മെറ്റീരിയൽസ് വെച്ച് മാത്രമുള്ള ഒരു ബാച്ചായിരുന്നു. അന്ന് നമ്മൾ പങ്കെടുത്ത കുറച്ച് മിടുക്കന്മാരും മെഡിക്കൽ ടീമിനും കൂടി ഉണ്ട്. നമ്മുടെ ചിഞ്ചു മാഡത്തിന്റെ മക്കളൊക്കെ ഉണ്ട്, ചിഞ്ചു മാത്യുവിന്റെ. അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് പറയും. ജസ്റ്റിൻ ചേട്ടന്റെയും അരവിന്ദ് ചേട്ടന്റെ ഒക്കെ പഠിപ്പീരിന്റെ ശൈലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ അൺമ്യൂട്ട് ചെയ്യാം. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ട് കേട്ടോ. യെസ്. എബ്രോഡ് ഉള്ളവർ ഈ ബാച്ചിൽ ഈ കിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പാടാണ്ട് ഈ ബാച്ച് ജോയിൻ ചെയ്യേണ്ട. എബ്രോഡ് ഉള്ളവർക്ക് വേണ്ടി മറ്റൊരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് കിറ്റ്. അത് ഇതിന് ശേഷമായിട്ട് ഉണ്ടാകും. സ്ത്രീകൾക്ക് വേണ്ടി നമ്മളൊരു, അതായത് സ്ത്രീകൾക്ക് വരുമാനത്തിന് വേണ്ടി ഒരു കോഴ്സ് ഉണ്ടാകും. അത് ഇതിനൊക്കെ ശേഷമായിട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇപ്പം അല്ല. കാരണം ഇത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നമുക്ക് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്തേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. ഒന്ന് ഭംഗി ചെയ്തിട്ട് അടുത്തേക്ക് മൂവ് ചെയ്തിട്ട്. സർ എക്സ്ക്യൂസ് മീ, ഇവിടെ ജസ്വിൻ പറഞ്ഞ എന്റെ ഫുൾ നമ്പർ ആയിട്ടില്ല കേട്ടോ. 9 നമ്പർ ആയിട്ടുള്ളേ ജസ്വിൻ. ചാറ്റ് ബോക്സ് ഇട്ടത്. അതൊന്ന് സഹായിക്കണേ. നിങ്ങൾക്ക് ഇനി ഡൗട്ടുകളൊക്കെ ചോദിക്കാം. ഇതൊരു അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. നമുക്ക് ഇനിയുള്ള സമയമല്ല, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. സ്പെഷ്യൽ ഓഫർ നാളെ കിട്ടില്ല കേട്ടോ. സ്പെഷ്യൽ ഓഫർ ഇന്ന് മാത്രം. അത് അങ്ങനെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഓക്കെ.
സാറേ നമുക്ക് നമ്മുടെ അഡ്മിഷൻസ് ഒന്ന് പറയട്ടെ. നമുക്കൊരു 5 പേര് ഓൾറെഡി അയച്ചിട്ടുണ്ട്. വന്ന അഡ്മിഷന്റെ പേര്, ആ പേര് വായിച്ചോളൂ, അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തോളെ. ആദ്യം അയച്ചത് ശ്യാമ എ. കുട്ടിയുടെ പേര് അറിയില്ല, ആരും അയച്ചിട്ടുണ്ട്. ശ്യാമ എ, ഷീബ മാമച്ചൻ, ഇന്ദുലേഖ കെ എ, മഞ്ജുഷ ചാക്കോ, പിന്നെ സന്ദീപ് ജോസ്. അദ്ദേഹം കംപ്ലീറ്റും അയച്ചിട്ടുണ്ട്. 2499 കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട് സന്ദീപ് ജോസ്. നമുക്ക് സാർ 1000 മതി എന്നുള്ളതൊന്ന് സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? കാരണം ശരിക്കും നമ്മുടെ പേയ്മെന്റ് 1000 നിങ്ങൾ ഇപ്പൊ അടച്ചാൽ മതി കേട്ടോ. ഫുൾ അടയ്ക്കുന്നവർക്ക് അടയ്ക്കാം, നോ പ്രോബ്ലം. ഇപ്പൊ 1000 അടച്ചാൽ മതി, അഡ്വാൻസ് അടച്ചാലും മതി. കാരണം നമ്മൾ കിറ്റിന്റെ പൈസ നമ്മൾ മേടിച്ച് നാളെ തന്നെ കിറ്റ് ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ഇപ്പൊ മേടിക്കുന്നത്. ബാക്കി എമൗണ്ട് നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് അടച്ചാൽ മതിയാകും. ഇനി അടയ്ക്കുന്നവരുണ്ടെങ്കിൽ അടച്ച നോ ഇഷ്യൂ. ഫുൾ അടയ്ക്കുന്നവർ ഇപ്പൊ തന്നെ അടച്ച് നിങ്ങൾക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അലോണ ഫിലിപ്പിനെ ഇതൊന്ന് ആഡ് ചെയ്യാവോ? ടീം ഒന്ന് സഹായിക്കാവോ? ഇവർ ഈ പറയുന്ന നമ്പറുകളൊക്കെ ഒന്ന് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സഹായിക്കാവോ? ഈ കോഴ്സുമായിട്ട് സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് നൗ. വി ഹാവ് എ സ്ട്രോങ് ടീം ഫോർ ദിസ്. കരിയർ മാസ്റ്റർ പഠിച്ചിട്ടുള്ള നല്ലൊരു ടീം നമ്മുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഈ മക്കൾ ഇത് പഠിച്ചു കഴിഞ്ഞ് അവരവരുടെ സ്കില്ല് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യണം, ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഐ എം നോട്ട് ഇൻ ദ ഗ്രൂപ്പ് എന്ന് ടെസീമാം ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണല്ലോ ഗ്രൂപ്പ്. ഒന്ന് ശ്രീദേമാം, രേഷ്മ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് സഹായിക്കുമോ കൺഫ്യൂഷൻ ഉള്ളവർക്ക്? ഈ പേയ്മെന്റ് അടച്ച ആൾക്കാരെല്ലാം തന്നെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്, പേര്, വീട്ടുപേര്, പിൻകോഡ്, ഫോൺ നമ്പർ, ഇത്രയും സംഭവം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാവോ. അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പിന്നെ സമയം കളയണ്ട, നമുക്ക് നാളെ തന്നെ കിറ്റ് ഡെസ്പാച്ച് ചെയ്യാം. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു 3-4 ദിവസം നമുക്ക് കിറ്റ് കിട്ടും. 16-ാം തീയതി നമുക്ക് കോഴ്സ് ആരംഭിക്കാം. കാരണം നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടേ. ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, സ്ക്രീനിൽ കാണിക്കണോ? ഞാൻ ഒന്നുകൂടെ ഇട്ടേക്കാം. യെസ്, ഒന്ന് ഷെയർ ചെയ്തോ. അത് ഹഗിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് റിഫ്ലക്ട് ചെയ്യാൻ സമയം എടുക്കുന്നതാണ് ജസ്റ്റിൻ സാറിന്റെ പേഴ്സണൽ ഗൂഗിൾ പേ നമ്പർ. എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. ഇന്ന് പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിലോ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അനീഷ് സർ, എന്തോ സാർ എന്റെ മകൻ 4 years ഉള്ളൂ, മാധവ്. അപ്പോ ആൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമോ സാർ ഇത്? ഉറപ്പായി. ആള് ടിവിയുടെ മുമ്പിലൊന്നും അടങ്ങിയിരിക്കത്തില്ല, മൊബൈൽ അങ്ങനെ കാണാറില്ല. ഒറ്റ കാര്യം, ഈ പഠിക്കുന്ന സമയത്ത് അമ്മ കൂടെ കൂടെ ഇരിക്കുവോ? ഓ ഞാൻ ഇരിക്കും സാർ. എന്തിന്റെ ധൈര്യമായിട്ട്. ബാക്കി ജിഷാമാം നോക്കിയാൽ മാം, എന്റെ മകൻ 2.5 വയസ്സിലാണ് പരിപാടി തുടങ്ങിയത്. നിങ്ങളെല്ലാം വലുപ്പം കണ്ടില്ലേ? 2.5 വയസ്സ്, 3 ആയില്ലേ മുമ്പ്. സാർ എനിക്ക് ഡൗട്ട് വന്നത് എന്താണോ, ഈ മൊബൈലിലായതുകൊണ്ടാ. ആള് മൊബൈലിൽ അങ്ങനെ ആള് അങ്ങനെ സ്ക്രീൻ ടൈം ഒട്ടും തന്നെ ഇല്ലാത്ത ആളാ. അപ്പോ ഇപ്പോഴും ആള് അധികം നേരം നിൽക്കുന്നില്ല ഇതിന്റെ മുമ്പിൽ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, മാം, 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇവർക്കൊന്ന് ശ്രദ്ധ കൊടുക്കുകയും ഇവരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കയറി വരും. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. മാമിന്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, അത്രേ ഉള്ളൂ. ഞാൻ ഫ്രീ ആയിരിക്കും സാർ. യെസ്, നമ്മുടെ ഈ കിറ്റിന്റെ പ്രത്യേകത എന്നറിയോ? ഏറ്റവും ഒട്ടും ബേസ് ഇല്ലാത്ത കുട്ടിക്ക് പോലും ഇത് ചെയ്തെടുക്കാം. കാരണം അങ്ങനെയാണ് ഇവരത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു സയൻസ് ഉണ്ട്. നിങ്ങൾ ആ കിറ്റ് കാണുമ്പോൾ ഇത്ര സാധനം ഉള്ളെന്ന് തോന്നും, പക്ഷെ അത് പൊട്ടിച്ചോരോന്ന് വെച്ച് വർക്ക് ചെയ്യുമ്പോഴാണ്. കാരണം കൊച്ചിലുണ്ടാകുന്ന ഡെവലപ്മെന്റ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഈവൻ ഈ കിറ്റ് മാത്രം ഉപയോഗിച്ച് സ്ക്രീൻ അഡിക്ഷൻ മാറ്റി എത്ര പേരുണ്ടെന്നറിയോ? ഈ കിറ്റ് മാത്രം ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ധൈര്യമായിട്ട്, ഇത്രയും വർഷം ഞാൻ ഉപയോഗിച്ചിട്ട് ധൈര്യമായിട്ട് പുറത്തോട്ട് വിടുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത് ടെൻഷൻ ആണ്. പക്ഷെ പേരൻസിന് സപ്പോർട്ട് വേണം, കാരണം നിങ്ങൾ കൂടാതെ ഇത് നടക്കത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, യെസ് ജസ്വിൻ പറയൂ. ഈ പേ അഡ്വാൻസ് റുപ്പീസ് 1000 നൗന്ന് കൊടുത്തിട്ടില്ലേ? എന്തോ സാർ? പല്ലവി, ഒരു സെക്കൻഡ്, ജസ്വിൻ ഒന്ന് ആൻസർ കൊടുത്തോട്ടെ. ജസ്വിൻ ഒന്നുകൂടെ പറയാവാ. ഇപ്പം 1000 രൂപ അഡ്വാൻസ് അടച്ചാൽ മതി ജസ്വിനെ. അപ്പൊ ഈ 2499 അതിന്റെ ബാലൻസ് അടച്ചാൽ മതി. പിന്നീട് 1499 പിന്നെ ബാലൻസ് അടച്ചാൽ മതി. ഇനിയിപ്പോ ഒന്നിച്ചടയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടച്ചോ, നോ ഇഷ്യൂ. ക്ലിയർ ആയോ? അപ്പൊ ഈ 299 ആണോ? അത് ഇന്ന് കഴിഞ്ഞാൽ നാളെ വരുന്ന തുകയാണ്.
ഓക്കെ ഇപ്പൊ ജസ്വിൻ 2499 അടച്ചാൽ മതി. അത് ചെറുത് വേണോ വലുത് വേണോ ഫീസ്? ഏതായാലും കുഴപ്പമില്ല. ചെറുത് മതി ജസ്റ്റിനെ, നമുക്കിനി വലുതാകുമ്പോ വലുത് അടയ്ക്കാം. ഓക്കെ, ഇപ്പൊ കിട്ടിയ ഓഫർ ഉപയോഗിക്കും. നാളെ ആണെങ്കിൽ 2999 ആവും. സാർ 2 കുട്ടികളുണ്ട്, അപ്പം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആരാമ്മ എവിടെ? അത് ഒരു കാര്യം ചെയ്യും, അഡ്വാൻസ് അടയ്ക്കാൻ പറയാം, അതിന് ശേഷം നമുക്ക് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാന്ന് പറ. ഓക്കെ ഓക്കെ സാർ ഓക്കെ. രണ്ടുപേർക്ക് സോറി മിയാസ് അല്ലെ മാം, രണ്ടുപേർക്കും അഡ്വാൻസ് അടയ്ക്കണം. കാരണം നമുക്ക് കിറ്റ് അവിടുന്ന് നമ്മൾ അവിടെ പൈസ അത് വേറെ ഇവരുടെയാണ്, അവർ ഡിസൈൻ ചെയ്ത് അവരുടെ. അപ്പൊ നമ്മൾ അവിടെ നാളെ പേയ്മെന്റ് അടച്ചാൽ അവർ ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. രണ്ടുപേരും അഡ്വാൻസ് അടയ്ക്കണേ. യെസ്, ചോദ്യം ചോദിക്കാവോ? സാർ പല്ലവി. മറ്റേരു ഈ പോലെ റിപ്പീറ്റ് ചെയ്യാൻ തന്നെ ഒരു ഹോംവർക്ക് ഇല്ലെന്നോ ആദ്യം? ആ അത് ഞാൻ തീർത്തു, ഒരു പേജ് മൊത്തം. ഒരു വലിയ മിടുക്കി. ഇതാ. എന്തോ മറ്റേ ആ ഹോംവർക്ക് ഞാനൊരു വലിയ ബുക്കിൽ തീർത്തു, പേജ് ഒരെണ്ണം. മിടുക്കി കേട്ടോ. ഇനി അത് ഡെയിലി കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എഴുതാൻ നോക്കണം. അപ്പൊ പയ്യെ പയ്യെ മുകളിലൊക്കെ അക്ഷരം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിട്ടും. ആ കൈ ശരിക്കും ഫൈൻ മൂവ്മെന്റ് കിട്ടും കേട്ടോ. ഒരു ദിവസം കൊണ്ട് തീർക്കാനല്ല, എല്ലാ ദിവസവും 2 പേജ് വെച്ച് വരയ്ക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് പല്ലവി. താങ്ക് യു. യെസ്, മിടുക്കി. യെസ്, നമുക്കൊരു 3 അഡ്മിഷനും കൂടെ വന്നിട്ടുണ്ട്. പേര് കറക്റ്റ് ഒന്ന് വായിച്ചേ. റസിയ ഇർഷാദ്, കൃഷ്ണ നമ്പ്യാർ, അഞ്ജു സുരേന്ദ്രൻ ഫുൾ എമൗണ്ട് ചെയ്തിട്ടുണ്ട്. അനീഷ് സാറേ, എന്തോ റസിയമ്മ? ഞാൻ മോന് വേണ്ടിയിട്ട് അത് പേയ്മെന്റ് ചെയ്തതാണേ. റസിയമ്മ അഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ ഗ്രൂപ്പില്. ഇല്ല ഇട്ടില്ല, ഞാൻ ഇടാം. അതൊന്ന് ഇന്ന് തന്നെ ഇട്ടാച്ചാൽ മതിയേ. അപ്പൊ നാളെ തന്നെ കിട്ടും. സാർ ജസ്റ്റിന് ഒരു ഡൗട്ടും കൂടെ. ചോദിക്കും ജസ്റ്റിന്റെ ഡൗട്ട് തീർത്തിട്ടേ വരുന്നത് കിറ്റ് എന്നാ വരുന്നത്? ജസ്റ്റിനെ കിറ്റ് നമ്മൾ നാളെ ഓർഡർ ചെയ്ത് നാളെ തന്നെ അവർ ഡിസ്പാച്ച് ചെയ്യും. നാളെ വൈകിട്ട് അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യും. 3 ദിവസം ഞാൻ വരും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 15-ാം തീയതി 16 എന്തോ. അപ്പൊ ഇതെങ്ങനെ ഓർഡർ ചെയ്യുന്നത്? അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത്. ജസ്റ്റിന്റെ സ്ഥലം എവിടെയാ? തലയോലപ്പറമ്പ്. അത്രയല്ലേ ഉള്ളൂ, ആ സാധനം ഞങ്ങൾ എത്തിച്ചിരിക്കും. ഓക്കെ, ജസ്സിന് കിറ്റ് വന്നിട്ട് കോഴ്സ് തുടങ്ങത്തുള്ളൂ, പോരെ? സാറേ, ഒരാള് 18-ാം തീയതി ജോയിൻ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്, ജോസഫ് ജോൺ. അതല്ല സാർ, 18-ന് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് കോഴ്സ് 18-ാം തീയതി തുടങ്ങിയാൽ മതി എന്നാണോ? ജോയിൻ ചെയ്താൽ മതിയോ? അത് മനസ്സിലായില്ല. അതൊന്ന് ജോസഫ് ജോൺ എന്നുള്ള പേരുള്ള ആളൊന്ന് അൺമ്യൂട്ട് ചെയ്ത ചോദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാവോ? മഞ്ജുഷ ചാക്കോ ഓഫീസ്. ഈ ആൾഡ്രിനെ അഡ്രസ് ഇവിടെ അല്ല കേട്ടോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാവോ? ആൾഡ്രിൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണേ. ആടാക്ക് അവരെ ആഡാക്കിയിട്ട് അവരെ ഈ പേയ്മെന്റ് അടച്ച ആൾക്കാരെ നമ്മൾ നാളെ അവരുടെ മെയിൻ കോഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് അവർ ആഡ് ചെയ്യും. ഇപ്പൊ തൽക്കാലം ഇവിടോട്ട് ആഡ് ചെയ്തിട്ടു, നാളെ കോഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് ഇവിടെ നിന്ന് അവരെ റിമൂവ് ചെയ്യാം. കിറ്റ് മാത്രം വാങ്ങാവോ? കിറ്റ് മാത്രം വാങ്ങാവോ? കിറ്റ് മാത്രമായിട്ട് വാങ്ങാവോന്നോ? ഈ അഡ്രസ് തരുന്നവരല്ലാതെ അവരുടെ ഫോൺ നമ്പറും കൂടി ആഡ് ഓൺ ചെയ്യണേ. സാവിയോയ്ക്ക് കിറ്റ് മാത്രമായിട്ട് വേണം, കോഴ്സ് ഇല്ലാതെ കിറ്റ് മാത്രമായിട്ട് വേണമെന്നാണോ സാവിയോ പറഞ്ഞേ? അതിന് മാർഗം ഒരുക്കാം സാവിയോ. ശ്രീദേവ് മാമിന്റെ ഫോൺ നമ്പർ ഒന്ന് സാവിയോക്ക് ഷെയർ ചെയ്യാവോ? മോന് അതിന് മേടിക്കാനുള്ള മാർഗം കാണിച്ചു തരാം. മോന് കിറ്റ് വേണം, കോഴ്സിന് സമയമില്ല, കിറ്റ് വേണം, അതല്ല ഉദ്ദേശിച്ചേ? യെസ് സാവിയോ, ഞാനിപ്പം ഒരു നമ്പർ ഗ്രൂപ്പിൽ ചാറ്റ് ബോക്സ് ഇടാം. ഓക്കെ, സാവിയോ, ഞാൻ മനസ്സിലാക്കിയത് സാവിയോക്ക് കിറ്റ് മാത്രമായിട്ട് വേണം. ആമേ കറക്റ്റ്? സാവിയോ ചാറ്റ് ബോക്സിൽ നോക്കി ശ്രീദേവി എന്നൊരു പേര് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഫോൺ നമ്പർ കണ്ടോ? ആ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആണ്, നിങ്ങളോട് ആദ്യം സംസാരിച്ച വ്യക്തിയാണ് മാഡം. അതിനുള്ള മാർഗം ഒരുക്കി തരും കേട്ടോ. ഈ നമ്പർ സേവ് ചെയ്യണോ? വേണ്ട. പിന്നെ ഏത് നമ്പർ? അത് സാവിയോക്കുള്ളതാ, ജസ്റ്റിനുള്ളതല്ല. ജസ്റ്റിൻ ഒന്ന് വീഡിയോ വന്നൊന്ന് കാണട്ടെ, മുടക്കനാണല്ലോ.
കിറ്റ് ഏജ് അപ്രോപ്രിയേറ്റ് അല്ലേ ഓർ സെയിം ഫോർ ഓൾ? മാധവേ, നല്ലൊരു ചോദ്യം കേട്ടോ. അങ്ങനത്തെ ചോദ്യം ചോദിക്കും മാധവേ. ശരിക്കും ഈ കിറ്റ് 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഈ കിറ്റിന്റെ അകത്തെ 18 ടാസ്കുകളും ഓരോ ലെവൽ ഇങ്ങനെ ഉയർന്നു പോകുന്നു. അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ബേസിക് മുതൽ ഇങ്ങനെ പോകുന്ന സാധനമാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പ്ലസ് നമ്മുടെ കിറ്റിനോടൊപ്പം കോഴ്സിന്റെ അകത്ത് മറ്റ് സംഭവം ചേർക്കും. അത് നിങ്ങളുടെ ഏജിനനുസരിച്ച് നമ്മുടെ ഫാക്കൽറ്റീസ് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ടാകും. ഓക്കെ, ആഫ്റ്റർ വെബിനാർ 2999 ആകും കേട്ടോ അഖില, 2999 ആകും. ഇനി ഇൻ കേസ് ഞങ്ങളൊരു ജസ്റ്റിനെ ഒന്ന് പറഞ്ഞോട്ടെ, ജസ്റ്റിനെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ കിറ്റിന് ശരിക്കും 1000 റുപ്പീസാ അവർ MRP അവർ ഇട്ടിരിക്കുന്ന പ്രൈസ് 1000 റുപ്പീസാ. 1000 പ്ലസ് ഇതുകൂടിയാ എന്താ പോസ്റ്റൽ ചാർജിൽ കൂടിയിട്ടാ. നമുക്ക് ഇത് ഒന്നിച്ചിങ്ങനെ എടുക്കുന്നവർ അവര് പോസ്റ്റൽ ചാർജിന്റെ അകത്ത് വെച്ചിട്ട് ചിലർക്ക് 80 രൂപ, ചിലർക്ക് 100 രൂപ പോസ്റ്റൽ ചാർജ് ആവും, ചിലർക്ക് കൊറിയർ ആയിരിക്കും. അപ്പൊ അതുകൂടെ കൂടി സാധാരണ അവർ വിൽക്കുന്ന കിറ്റ് കൊടുക്കുന്നത് കിറ്റിന്റെ പ്രൈസ് 999 കറക്റ്റ് പ്രൈസ് 999, അതായത് 1000 രൂപ. ഹലോ യെസ് സാർ, ഈ ക്ലാസ് ഡേറ്റും ടൈമും ഒന്നുകൂടി പറയാവോ? ക്ലിയർ ആയില്ലേ? മാം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 16-ാം തീയതിയാണ്. ഓക്കെ, ശനിയാഴ്ച. ഓക്കെ, അതിന്റെ സമയം നമ്മൾ 7 മണി എന്നാണ് പ്രിഫർ. നിങ്ങൾക്കൊക്കെ സൗകര്യം 7 മണിയാണോ 7:30 പേരൻസിന് സൗകര്യം? ഞാൻ ചോദിച്ച മജോറിറ്റി ആൾക്കാരും 7 മണി എന്നൊരു ടൈം പറഞ്ഞു. നമ്മൾ 7 മണി എന്നൊരു ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 7-ന് തുടങ്ങി 8-ന് തീർക്കുന്നതാണോ 7:30-ക്ക് തുടങ്ങി 8:30 വരെ തീർക്കുന്നതാണോ? നിങ്ങൾക്ക് സൗകര്യം ഒന്ന് പറയാമോ? 7 മണി. 7 മണി. അപ്പൊ 7 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7 PM. ഓക്കെ, 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 8 മണി വരെയാണ് റെഗുലർ സെഷൻ. പിന്നെ എന്തെങ്കിലും കുറച്ചുകൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളവർക്ക് 8:30 വരെ പോകും, അതായത് 1.5 മണിക്കൂർ വരെ പോകാം. ഓക്കെ, അപ്പം ഈ 16-ാം തീയതി നമ്മൾ തുടങ്ങും. ശനിയാഴ്ച നമ്മൾ തുടങ്ങി 5 ദിവസമായിരിക്കും ക്ലാസ്. നമ്മൾ 24-ാം തീയതിക്കകം തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അത് കഴിഞ്ഞ് നിങ്ങൾ സ്കൂൾ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ തിരക്ക് വരുമല്ലോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സൗകര്യവും മെന്റേഴ്സിന്റെ സൗകര്യം നോക്കിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്യും. അപ്പോൾ ഒരു 17-ന് സ്റ്റാർട്ട് ചെയ്ത് 24 അല്ലെങ്കിൽ 26 ആ ഒരു തീയതിക്കകം തീർക്കുന്ന രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ലൈവ് സെഷൻ നിങ്ങൾക്ക് മിസ്സായാൽ നിങ്ങൾക്ക് റെക്കോർഡിങ് കാണാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്തോ ഈ കിറ്റിന് എത്രയാ? 1000 റുപ്പീസാ, 1000 രൂപ. എന്തോ ഞാൻ ആൽട്രിൻകെ ബിജുവിന്റെ മദർ ആയിരുന്നേ. പറയുമോ? അപ്പം തിങ്കൾ ബുധൻ വെള്ളി അവന് 7 o'clock ഓൺലൈൻ കോച്ചിങ് ക്ലാസ് ഉണ്ട് സാർ. തിങ്കൾ ബുധൻ വെള്ളി അല്ലേ? 7 to 8. ഓ, സെയിം ഡേ തന്നെ അല്ലേ? ആ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാവേ. ഓക്കെ സാർ. നവോദയയും സൈനേന്റെയും ഒക്കെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സുകളുണ്ട് സാർ. നമുക്ക് പരമാവധി നോക്കാം, ക്ലാഷ് വരാത്ത രീതിയിൽ പരമാവധി നോക്കാം. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെന്ററിന്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് തരിക്കാം. പോരെ? ശരി ശരി. ജോയിൻ ചെയ്യാൻ പറ്റുമോ? ജസ്സിന് ഈ അടിമേടിക്കും. ജസ്സിനെ സാറെ കുറച്ചു നേരം ജസ്സിനെ, എടാ ജസ്സിൻകുട്ടാ, നമുക്ക് ഇത് സെറ്റ് ആക്കാം. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇപ്പൊ മോൻ എത്രയാ നമുക്ക് അയച്ചു തന്നില്ല 1000. ബാക്കി നമുക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാവും കൂടെ, ഞാനാ പഠിപ്പിക്കുന്നത്. സെറ്റാക്കാം, ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട. സാധനം അവിടെ എത്തിയിരിക്കും. നമുക്ക് ശനി തിങ്കളും ബുധനും വെള്ളിയും ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ആക്കിയേക്കാം. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. എന്റെ നമ്പർ അവിടെ ഉണ്ട്, എന്ത് പ്രശ്നം തന്നെ വിളിച്ചോട്ടോ. സാർ 18th ജോയിൻ ചെയ്യാൻ പറ്റുമോ? ആ ചോദ്യം പറഞ്ഞു. 18th ജോയിൻ ചോദിച്ചാൽ അത് ഒരു തിരക്കാന്നാണോ? സ്ഥലത്തില്ല. എവിടെ? ഓൺലൈൻ അല്ലേ? ട്രാവലിംഗ് ആയിരിക്കും. ആ സമയത്ത് 7 മണിക്കോ? നമുക്ക് എന്താ അറിയോ, നമ്മള് 16th നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇന്റൻസ് അസസ്മെന്റും കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു സെഷൻ ആയിരിക്കും. ക്രാഫ്റ്റിന്റെ സ്റ്റാർട്ടിങ് ചിലപ്പോൾ 18 ആയിരിക്കും വരുന്നത്. അപ്പൊ അത് നോക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തോ എനിക്ക് ഫ്രൈഡേ ടു സൺഡേ നവോദയയുടെ ക്ലാസ് ഉണ്ട്. ഫ്രൈഡേ ടു സൺഡേ? അപ്പൊ സാറ്റർഡേ മാത്രം ഇല്ലാതുള്ളോ? ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. ഫ്രൈഡേ തിരിച്ചു പറഞ്ഞേ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസം ഉണ്ടല്ലേ? സമയം എപ്പോഴാ? 7 PM. ഈ 7 PM മുതൽ ക്ലാസ് ഉള്ള എത്ര പേരുണ്ട്? ഈ ജോയിൻ ചെയ്തതിനകത്ത് എത്ര പേരുണ്ടാവും 7 PM മുതൽ?
പല്ലവി ഉണ്ട്. ഒത്തിരി പേരുണ്ടോ? ഒത്തിരി അതിനൊരു മാർഗം ഒപ്പിക്കാം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ വരും. നാളെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ടൈം നോക്കിയിട്ട് നമുക്കൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം. എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് നോക്കിയിട്ട് പോരെ. എന്താ വെച്ചാൽ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം നമുക്ക് ഒന്ന് ഓൺലൈൻ ഇരിക്കാം. ഇരുന്നിട്ട് നിങ്ങളുടെ എല്ലാവരും ഒന്ന് കംഫർട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പോരെ. കാരണം ഇപ്പൊ നവോദയ ക്ലാസ്സുകാർ ഒത്തിരി പേരുണ്ടെങ്കിൽ പലർക്കും തിങ്കൾ ബുധൻ വെള്ളി, ഇപ്പൊ വെള്ളി ശനി ഞായർ അങ്ങനെ സമയം മിസ് ആവുകയാണെങ്കിൽ 7 to 8 നമുക്ക് മാറ്റാം, 8 to 9 വരെ ആക്കാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന സജഷൻ നോക്കിയിട്ട് നമുക്കത് ചെയ്യാം പോരെ. സാറേ, ഞാനൊന്ന് പേരൻസിന്റെ അടുത്ത് നമുക്കൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പം ജോലിക്കാരായിട്ടുള്ള പേരൻസ് ഇപ്പം ഫോൺ അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് ഇരിക്കുമ്പം 8 മണി ആക്കണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ഡിസ്കഷനിൽ എടുക്കുമായിരിക്കും നല്ലത്, ഈ പിള്ളേരുടെ അവൈലബിലിറ്റി കാരണം. നമുക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളെയും പേരൻസിനെയും കൂട്ടി ഒരു സൂം മീറ്റിംഗ് വിളിക്കാം. എന്നിട്ട് അവരുടെ ടൈമിങ് കാര്യങ്ങളെല്ലാം നോക്കി അവരുടെ ഫോൺ എല്ലാം നോക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഡിസിഷൻ എടുക്കാം. കാരണം നമ്മുടെ കുട്ടികളെ മാക്സിമം പേരെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഇത്രയും ആവേശത്തോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചിനൊരു അവസരം കൊടുക്കാൻ നമ്മൾ നോക്കണല്ലോ. ഹലോ സാറേ, എന്തോ ഇതിലൊന്നും പെടാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ സാറിന്റെ പടം വരച്ചു. എന്റെ പടോ കാണിച്ച് അടട്ടാ, എന്റെ പൊന്നെ. എന്റെ ആണെന്തി ഇപ്പൊ വരച്ചാണോ? അതെ, ആണെന്തി പിൻ ചെയ്ത് അമിത് കാണിച്ച് കണ്ടോ? ഇങ്ങനെ മാറ്റി പിടിച്ച അനീഷ് കണ്ടാ? എനിക്ക് ആരാധകരില്ല. നിധി എന്റെ ഭാര്യ വിളിക്കട്ടെ, വിളിച്ച് കാണിക്കട്ടെ. നിധി കണ്ടോ? കണ്ടു പഠിക്ക്. മണി ഇപ്പൊ ലൈവായിട്ട് വരച്ചാ അരവിന്ദ് ചേട്ടാ ലൈലുണ്ട്. ഒരു കമന്റ് കാണുന്നുണ്ട്. ഒന്ന് കമന്റ് പറഞ്ഞേ. ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എടാ മോനെ, നീ മിടുക്കനാടാ, കൊള്ളാം, വെരി ഗുഡ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നല്ല കറക്റ്റ് ആയിട്ട്. അടിപൊളി കേട്ടോ. അമിതേ ആരെ അടുത്തുള്ള അച്ഛനും അമ്മയാ? അമ്മ വിളിച്ചേ. വിളി. ജിഷാമാം, ആ അമ്മയോട് 2 വാക്കുകളൊന്ന് പറഞ്ഞു. ജിഷാമാം നല്ല ബെറ്റർ ആയിട്ടാണ് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ. ഒരു ചെറിയ ടൈം കൊണ്ടാണ് മോൻ ഇത് ചെയ്തത്. മാം ശ്രദ്ധിച്ചിരുന്നോ മോൻ അത് ചെയ്തോണ്ടിരുന്നപ്പോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മോന് കാണുന്ന കാഴ്ചകളൊക്കെ ഇതുപോലെ തന്നെ അത് കളക്ട് ചെയ്ത് വരയ്ക്കും. അവൻ പഠിക്കാനും പോകുന്നുണ്ട്, വരയ്ക്കാറുണ്ട്. ആണോ? വെരി ഗുഡ്. മോൻ എത്ര വയസ്സായി? അവന് 12. ഡൂഡിലാർട്ട് എല്ലാം ചെയ്യുവാള്. വെരി ഗുഡ്. ഡൂഡിലാർട്ട് അപ്പൊ നമുക്ക് മറ്റു കൂട്ടുകാരെ പഠിപ്പിക്കണ്ടേ? ഡൂഡിലാർട്ട് മറ്റു കൂട്ടുകാരെ നമുക്ക് പഠിപ്പിച്ചാലോ? ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാമോ? നല്ലൊരു റിലാക്സേഷൻ ടെക്നിക്സ് ആണ് ഈ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ആന്റിമാരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. വെരി തുടങ്ങിയതാണ്. കുറച്ചും കൂടി ഔട്ട്ലൈൻ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ എണ്ണം. ലാസ്റ്റ് ആണിത് തുടങ്ങിയിട്ട്. പടങ്ങൾ വരച്ചിട്ടുണ്ട്. എന്റെ ഗ്ലാസ് അടക്കം എന്റെ മുടിയൊക്കെ കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ കണക്ഷൻ കുറവ്, ഇവിടെ കറക്റ്റ് ആയിട്ട്. സാറേ, ഇത് ഔട്ട്ലൈൻ ഫസ്റ്റ് അതേന്നേ. അത് മുമ്പ് വേറെ വരച്ചായിരുന്നാ? ഫസ്റ്റ് ഇതായിരുന്നു വരച്ചത്. ആഹാ, കഴിഞ്ഞിട്ട് അവൻ പെൻസിൽ വെച്ച് വീണ്ടും വരച്ചതാണിത്. വെരി ഗുഡ്. അമിത് ഒരു അസറ്റ് ആണ് കേട്ടോ. അമിത് ജോയിൻ ചെയ്തിട്ടുണ്ടോ കോഴ്സിന്? അവൻ ഓൾറെഡി സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ട്. ഇതന്നെ ഡൂഡിലാർട്ട് ഇതെല്ലാം പഠിക്കുന്നുണ്ട്. എന്താണ്, ഞാൻ നമ്മുടെ കരിയർ മാസ്റ്ററിലുണ്ട്. അപ്പൊ ഞാന് അറിയാലോ പിന്നെ അദീനാണ് സ്പെക്സ് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കൂ. നല്ല പരിചയമുള്ള മുഖം അനീഷ് സാറേ നമ്മുടെ ഗ്രൂപ്പില്. മനസ്സിലായി. സ്പെക്സ് ഇല്ലാത്തോണ്ടേ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശരിക്കും ഉണ്ടല്ലോ, ഈ മോനൊക്കെ ഒരു കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കാണ് പ്രയോജനം.
ആ കൂട്ടത്തിലെ ഇൻസ്പിറേഷനായി മാറുവാണ്. ശരിക്കും അങ്ങനെയുള്ള കുട്ടികളെ മാക്സിമം ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറയും. കാരണം ബാക്കിയുള്ളവർ ഇതുപോലെ കണ്ടിട്ട് ഇപ്പൊ ഈ പടം കണ്ട എത്ര പിള്ളേർ വാ വിളിച്ചിരിക്കുന്നു, ഇത് കൊള്ളാലോ, ആ ഒരു സംഭവം ഇവിടെ നടക്കും. ഇത് അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന കഴിവാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ടും വളർത്തി മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവൻ ഡ്രോയിങ് ക്ലാസ്സില് ഓൾറെഡി അവന്റെ ഡ്രോയിങ് ക്ലാസ്സിൽ ഇവന്റെ താഴെയുള്ള കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്, ഷെയ്ഡ് ചെയ്യാൻ ഇതൊക്കെ പഠിപ്പിച്ചു. സാറ് ഇവനെയാണ് ഏൽപ്പിക്കല്ല അതും. എക്സലന്റ്. ഇവൻ അത്യാവശ്യം അവിടുത്തെ സാറ് അവിടെ ഉള്ളപ്പോ വിളിക്കും. അവന്റെ വോളിലല്ലേടാ, വോളില് കളർ ഡ്രോയിങ് ചെയ്യാനല്ലേ, വോളിൽ കളർ ചെയ്യാനും അതൊക്കെ ഫുള്ള് അവന്റെ ഡ്രോയിങ് ക്ലാസ് ഇവനും സാറും. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ ഒന്നിച്ച് വോളിൽ കളർ ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു ഞങ്ങൾ രണ്ടുകൂടെ ചെയ്തോളാം. ശരിക്കും ഇത് വേണം കേട്ടോ. മോനെ, നമ്മുടെ മോന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പങ്കുവെക്കണേ. നമുക്ക് എവിടെയെങ്കിലും സ്പേസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. മോനെ പൊളി കേട്ടോ, പൊളി, സൂപ്പർ. നീ പേടിക്കണ്ട, നീ വൈറലായി. ഇന്നൊരു ദിവസം വൈറലായി. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. ചിഞ്ചുവിന്റെ മക്കള് മോനെ, കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ പഠിച്ച 2 പേര് ഇവിടെ ഉണ്ട് അല്ലെ. നമ്മുടെ മോനെ അൺമ്യൂട്ട് ചെയ്തേ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അരവിന്ദ് ചേട്ടനും ജസ്റ്റിൻ ചേട്ടനും പഠിപ്പില്ലെന്ന് പറഞ്ഞേ? നല്ലതായിരുന്നു. അല്ല, മോശം. ഇവര് ഭയങ്കര ഉപദേശമല്ല, ഞാൻ കത്തി പഠിപ്പില്ല. ഞാൻ കത്തി പഠിപ്പിക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച കേക്കട്ടെ? നന്നായിട്ട് പഠിപ്പിച്ചു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ട് തന്നെ പഠിപ്പിച്ചു. എല്ലാം നല്ല എളുപ്പമായിട്ട് പറഞ്ഞും തന്നു, നല്ലപോലെ ചെയ്യാനും പറ്റി. ആണോ? ഇഷ്ടപ്പെട്ടായിരുന്നോ? ഈ ജസ്റ്റിൻ ചേട്ടനൊക്കെ ഭയങ്കര റഫ് അല്ലേ? അല്ല, 1-2 സാധനങ്ങൾ കാണിക്കാം അവരുണ്ടാക്കിച്ചത്. കാണിച്ചേ നോക്കട്ടെ. കിരീടം, പിന്നെ ഒരു മാല, മാല. പിന്നെ ഞാൻ തന്നെ ഒരു ഉണ്ടാക്കിയതാണ്. അന്ന് ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങാൻ നേരത്ത് ആദ്യം ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ അതിന്റെ അവസ്ഥ ഇങ്ങനെയായി. അതെന്നായിരുന്നു സാധനം? അയൺമാന്റെ ഹെൽമെറ്റ്. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് ഇവിടെ ഒരു 2 ദിവസമൊക്കെ ബാഹുബലിയൊക്കെ ആയിരുന്നു. ബാഹുബലിയുടെ കിരീടം, എന്തൊക്കെ പരിപാടിയായിരുന്നു അറിയാം ഇവിടെ. ഫോണിൽ നോക്കി ഉണ്ടാക്കിയതാ. പക്ഷെ ഇങ്ങനെ ചിലതൊക്കെ എന്റെ ക്രിയേറ്റിവിറ്റി, ചിലത് ഞാൻ തന്നെ ചെയ്തതാ. തുറന്നു വരണത് ഒരു കമ്പിയായിട്ട് എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുറന്നു വരാൻ. പക്ഷെ അതെന്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് ഒരു വലിയ പീസ് വെട്ടിയെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അത് ഹാഫായിട്ട് മടക്കി. ഇപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ചേച്ചീന്റെ കാണിക്കാം. എന്റെ പേര് ജോൻ സാറ വിൻഡോ. ഞാൻ ക്രാഫ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ ക്രാഫ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു സാധനം കാണിച്ചു തരാം. ഇത് ഡെക്കറേഷന് പറ്റിയൊരു ഐറ്റം ആണ് ഇത്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നമുക്ക് ബ്രേസ്ലെറ്റ് എല്ലാം നമുക്ക് ഇട്ട് വെക്കാം. ഒരു റോസാപ്പൂ, വെള്ള റോസാപ്പൂ, എന്നിട്ട് ഞാൻ ഗ്രീൻ സ്റ്റെമ്പ് വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് വെക്കാം. അതുകൂട്ടൊരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. താങ്ക് യു. എക്സലന്റ്. ഇതാരാ? മേക്ക് ഓവർ നമുക്ക് കാണാം. സുന്ദരിയായ അരയന്നം. ഹായ്, ഞാൻ ജോയിൻ സാറാമിൻഡോ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹഗ് ഇന്റർനാഷണൽ നടത്തി വരുന്ന ക്രാഫ്റ്റ് ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ. ഈ വർക്ക്ഷോപ്പിൽ ജസ്റ്റിൻ സാറും അരവിന്ദ് സാറും ഞങ്ങളെ കുറെ പേപ്പർ ക്രാഫ്റ്റുകൾ പഠിപ്പിച്ചു. അനിമൽ ആയിരുന്നു എന്റെ മെന്റർ. നമുക്കിനി ക്രാഫ്റ്റുകളെല്ലാം പരിചയപ്പെടാം. ക്വീന്റെ മേക്ക് ഓവർ നമുക്ക് കാണാം. ക്വീൻ ധരിക്കുന്ന കിരീടം, മാല, അരപ്പട്ട, ബാഗിൽ. 2ാം ദിവസത്തെ ക്രാഫ്റ്റ് പരിചയപ്പെടാം. ജംപ് ചെയ്യുന്ന ഫ്രോഗ്, സുന്ദരിയായ അരയന്നം, ബോട്ട്, പിന്നെ 2 ബട്ടർഫ്ലൈ. 3rd ഡേ ആയിരുന്നു ഏറ്റവും രസകരം. ബ്യൂട്ടിഫുൾ ആയ ഫ്ലവർ. ഡെക്കറേഷന് പറ്റിയ ഐറ്റം. ഇഷ്ടപ്പെട്ടോ? ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്.
പള്ളിയിലെ വെക്കേഷൻ ക്ലാസ്സിൽ ഇതിലെ ചില ക്രാഫ്റ്റുകൾ ഞാൻ ചെയ്തു. ടീച്ചേഴ്സിന്റെ അഭിനന്ദനങ്ങളും നേടി. താങ്ക് യു. വീണ്ടും മേക്ക് ഓവർ നമുക്ക് കാണാം. സുന്ദരിയ ഇന്റർനാഷണൽ നടത്തി വരുന്ന ക്രാഫ്റ്റ് ക്ലാസ്സിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. 3 ദിവസത്തെ ക്ലാസ്സിൽ ജസ്റ്റിൻ സാറും അരവിന്ദ് സാറും ഞങ്ങളെ കുറെ പേപ്പർ ക്രാഫ്റ്റുകൾ പഠിപ്പിച്ചു. എന്റെ മെന്റർ അനുമാനായിരുന്നു. ഇനി ഞാൻ എന്റെ ക്രാഫ്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് ഇന്ന് കിങ്ങിന്റെ മേക്ക് ഓവർ പരിചയപ്പെടാം. കിങ്ങിന്റെ ക്രൗൺ, കിങ്ങിന്റെ മാല, കിങ് ധരിക്കണ അരപ്പട്ട, പിന്നെ കിങ്ങിന്റെ ബാങ്കിൾ. നമുക്ക് രണ്ടാം ദിവസത്തേക്ക് പോകാം. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് ചാടി ചാടി പോകുന്ന ഫ്രോക്ക്. രണ്ടാമത് ഉണ്ടാക്കിയത് വളരെ സുന്ദരിയായ അരയന്ന. മൂന്നാമത് വെള്ളത്തിക്കൂടെ പോകുന്ന ഒരു ബോട്ട്. നാലാമതായിട്ട് ഒരു എയർപ്ലെയിൻ. 3 ദിവസമായിരുന്നു ഏറ്റവും ഭംഗിയുള്ളത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ, പിന്നെ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനം. വാവ്! ഞാൻ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്താണ് ചെയ്തത്. താങ്ക് യു. ഇതാണ് നമ്മുടെ രീതി. അവർ രണ്ടുപേർക്ക് നല്ല കൈ കൊടുത്തേ. സാറേ നമ്മുടെ സാർ ഒരു മിനിറ്റ്, ഞാൻ അഡ്മിഷൻ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അഞ്ജു സുരേന്ദ്രൻ പറഞ്ഞു, ജിജോ വർഗീസിനാണ് 2 കുട്ടികൾ ജോയിൻ ചെയ്ത്, 2 പേര് അദ്ദേഹത്തിന്റെ അവിടുന്ന് വന്നിട്ടുണ്ട്. പിന്നെ തജുദ്ദീൻ മിസ്സായെങ്കിലേ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോടെ. അഡ്മിഷൻ എടുത്തവരുടെ പേരാണ് വായിക്കുന്നത്. നിങ്ങളുടെ പേര് മാറിപ്പോവുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. യെസ് ജസ്റ്റ് സാറേ പ്ലീസ്. ഇതില് ജിജോ വർഗീസ് അദ്ദേഹം 2 കുട്ടികളെ ആഡ് ചെയ്തിട്ടുണ്ട്. തജുദ്ദീൻ MM, സൗമ്യ രഞ്ജിത്ത്. ഇത്രയും പേരാണ് ഇപ്പൊ നമുക്ക് വീണ്ടും അഡ്മിഷൻ വന്നിരിക്കുന്നത് കേട്ടോ. യെസ്, നിങ്ങളുടെ പേര് ഇപ്പം പേയ്മെന്റ് അടച്ചിട്ട് പേര് ജസ്റ്റിൻ ചേട്ടൻ വായിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് പറഞ്ഞോണേ. കാരണം നിങ്ങളുടെ പേര് മിസ്സായ നമുക്ക് നാളെ കണ്ടുപിടിക്കാൻ വലിയ പാടാ. അതുകൊണ്ടാണ് നിങ്ങളുടെ നമുക്കിനിയിപ്പോ ഒരു 10 മിനിറ്റ് കൂടെ ആയിരിക്കും നമ്മുടെ വെബിനാർ ഉണ്ടാവുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഓഫർ തീരുന്നതായിരിക്കും. പിന്നീട് നേരെ നമ്മൾ 2,999 എന്നുള്ള പേയ്മെന്റിലേക്ക് ആയിരിക്കും പോകുക. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ അടുത്ത 10 മിനിറ്റ് അഡ്മിഷൻ എടുത്തോളാൻ പറയുന്നു. ദെൻ നമുക്ക് ഈ ഒരു സമയത്ത് ജസ്റ്റിയുടെ നിങ്ങൾക്ക് 1-2 പേപ്പർ കൊണ്ടൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം പരിചയപ്പെടുത്തി തരും. അതുകൂടെ കണ്ട ശേഷം അഡ്മിഷൻ എടുക്കേണ്ട അഡ്മിഷൻ എടുത്ത ശേഷം നമുക്ക് പിരിയാം. ജസ്റ്റിയേട്ടാ റെഡി അല്ലേ? ഒരു മിനിറ്റ് സാറേ, നമ്മുടെ ആൽവിൻ കെ ബിജു, മഞ്ജുഷ ചാക്കോ അത് ആഡ് ആയിട്ടുണ്ടോ? മഞ്ജുഷ ചാക്കോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ആദ്യത്തെ അഡ്മിഷനിലുള്ള ആളാണ്. അതെ അതെ. ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് വായിച്ചേക്കാം. അപ്പൊ കൺഫ്യൂഷൻ ഉള്ളത് ഇപ്പൊ തീർന്നോളൂ. ആദ്യം ശ്യാമ എ, ഷീബ, ഇന്ദുലേഖ, മഞ്ജുഷ, സന്ദീപ്, റസിയ, കൃഷ്ണ, അഞ്ജു, ജിജോ 2 കുട്ടികളുണ്ട്. അവരുടെ തജുദ്ദീൻ, സൗമ്യ. ഇത്രയും പേരാണ് ഇത്രയും പേരുടെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ക്യാഷ് വന്നിരിക്കുന്നത്. സാറേ എല്ലാരും തന്നെ അഡ്രസ് ഇട്ടിട്ടുണ്ടോ? അഡ്രസ് ഒന്ന് ചെക്ക് ചെയ്യണം. നിഷമാമൻ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് ലിസ്റ്റ് എടുത്തിട്ട് നിഷാമാമൻ അയച്ചു കൊടുത്താൽ നിഷാമ വെരിഫൈ. എനിക്ക് ഞാൻ ആഡ് ഓൺ ചെയ്ത് പോവാണ്. അപ്പൊ ആരെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് ഇടണേ. അയക്കാം. മാധവ് എസ്, ശ്യാമ എ, മാമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പേഴ്സണലി അയച്ചിട്ടുണ്ട്. ശ്യാമ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാധവ് എസ് കുട്ടിയുടെ പേയ്മെന്റ് എനിക്ക് ആള് പേഴ്സണലി അയച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജുഷ ചാക്കോ മാമും എനിക്ക് അയച്ചിട്ടുണ്ട് പേഴ്സണലി. ഞാൻ ഫോർവേഡ് ചെയ്യാം നിഷമ. ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് പഠിക്കാൻ ആർക്കൊക്കെയാ താല്പര്യം എന്ന് പറഞ്ഞാൽ വെക്കുന്ന കൂടിക്കും. നമുക്ക് ചെറിയൊരു പരിപാടി ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ ചെയ്തൊരു ചെറിയൊരു വർക്ക്. ഇത് കണ്ടോ? ഇങ്ങനത്തെ പൂ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? നോക്കി ഇത്ര പേരുണ്ട് അവിടെ. കണ്ടോ? ഇങ്ങനെയൊരു പൂവും ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? നമ്മൾ നേരത്തെ സാറ് പറഞ്ഞില്ല, നമ്മുടെ ഹാൻഡ് ആൻഡ് ഐ അതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. നമുക്കിതൊന്നും ഉണ്ടാക്കാൻ നോക്കിയാൽ ഇങ്ങനത്തെ പൂ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മഞ്ഞ കളർ ഇഷ്ടമുള്ള ആരാന്ന് നോക്കി. ഇഷ്ടമുള്ള മഞ്ഞ കളർ ഇഷ്ടമാണെങ്കിൽ ഒരു യെല്ലോടെ കൊയ് ഇടാവോ? മഞ്ഞ കളർ ഇഷ്ടമുള്ള ആൾക്കാര്. മഞ്ഞ കളർ ആർക്കും ഇഷ്ടമല്ലേ?
ആ ചിഞ്ചു മാമിന് മഞ്ഞ ഏറ്റവും ഇഷ്ടം. പിള്ളേർക്ക് ആർക്കും മഞ്ഞ ഇഷ്ടം. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ്. നമുക്ക് ഇതൊന്നൊരു പൂവുണ്ടാക്കിയാലോ? ഓക്കെ, നമുക്കിത് പിന്നെ പഠിക്കാം. ഞാനത് എങ്ങനെ ഇത്ര ഉള്ള ഒരു സാധനത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പൂ ഉണ്ടാക്കുന്നത്. കണ്ടോ എങ്ങനെയാണെന്ന് അറിയോ? നോക്കിക്കോ, ഇത് ഇടയ്ക്ക് നമുക്ക് പഠിക്കാം. ഈ പേപ്പറിന്റെ പേരാണ് ഫിനിക്സ് പേപ്പർ എന്ന് പറയും. സാധാരണ നമ്മുടെ പേപ്പർ അല്ല, ഇച്ചിരി വില കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാനിത് ചേട്ടാ ഉണ്ടാക്കട്ടെ. ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ മടക്കി, തിരിച്ചു മടക്കി, വീണ്ടും മടക്കി, വീണ്ടും മടക്കി. നോക്കിക്കോണേ, സ്പീഡിൽ ഒരു നോർമൽ ഇതിൽ ചെയ്യുവാട്ട് കേട്ടോ. ഞാൻ നേരത്തെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ച ആ പൂവാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കണേ. ഭയങ്കര സിമ്പിളാ. നമുക്ക് ഈ ഒരു പേപ്പർ നല്ല ടിഷ്യൂ പേപ്പർ കിട്ടിയാലും നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. കണ്ടോ, നമ്മളിത് തിരിച്ചിങ്ങനെ ഇത്ര ഉണ്ടാക്കിയേ, ഇത്ര ഉള്ളേ, തിരിച്ചു പിടിച്ചു. ഇവിടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കൈയുടെ ഒരു ബാലൻസും ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ നമ്മൾ പറഞ്ഞില്ലേ. ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ മടക്കിയാൽ ആ റോസപ്പൂവിന്റെ ഇത് വരത്തുള്ളൂ. നമ്മൾ അത് അധികം ഇത് കൊടുക്കാണ്ട് ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ചുരുട്ടി 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 ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്തായി? നല്ല ഭംഗിയുള്ളൊരു റോസപ്പൂ. ഇഷ്ടായോ? ഇഷ്ടമായെങ്കിൽ ഹാപ്പി എന്നുള്ള ഒരു എച്ച് ഇടാവോ? ഇഷ്ടമായെങ്കിൽ ഹാപ്പി എന്നിടാവോ? യെസ്, നമുക്ക് ഇങ്ങനത്തെയൊക്കെ ചിലത് പതുക്കെ പഠിക്കാം. നമ്മൾ ആ കിറ്റില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ പൈപ്പ് ക്ലീനർ ഉപയോഗിക്കുന്നവരാണ്. പൈപ്പ് ക്ലീനർ എന്ന് പറഞ്ഞ സാധനം അറിയാവോ? ഇതിങ്ങനെ നീണ്ട സാധനം. ഇതൊക്കെ നമുക്ക് പതുക്കെ ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെറിയ വർക്കുകൾ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ബാച്ചിലോ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിലൊക്കെ നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇതും കൊണ്ട് സെറ്റായി ഉണ്ടാക്കിയതാ ഇത്. ഇത് കണ്ടോ, ചെറിയൊരു പൂവ്. നമുക്ക് ഇനി ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതില് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയത് മക്കളെ കാണിച്ചത്. ഇത് കണ്ടോ, ഇത് നമ്മൾ സാധാരണ നമ്മൾ കഴിഞ്ഞ തവണ ക്രാഫ്റ്റില് നമ്മൾ ചെയ്തൊരു കാര്യമില്ല. ഇതിനു മുമ്പ് ഇനി ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിൽ വെക്കുന്ന എടുത്തോട്ടോ. നമുക്ക് ഇത് വെച്ച് നമുക്കൊരു ചെറിയൊരു പൂ ഉണ്ടാക്കിയാലോ വെക്കുന്ന. ഇത് നമ്മൾ പ്യുവറായിട്ട് വീട്ടിൽ ചെയ്യാറുള്ള ടൈപ്പ് ഒരു പൂവാ. എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾക്ക് കയ്യിൽ കത്രികയോ പേദോ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കൂടെ ചെയ്യാം. നമുക്ക് ചുമ്മാ ഒരു രസമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. കത്രിക എടുത്തിട്ട് ഇത് കണ്ടോ, ഒരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് അത് മൂന്നായിട്ട് മടക്കിയിട്ട് നമ്മളിങ്ങനെ സാധാരണ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു മാർക്കിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു വരയിടും. നമ്മൾ എന്തേരാ വേണമെന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ഇത് നമ്മള് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് പഠിക്കാം ഇടയ്ക്ക്. ക്രാഫ്റ്റ് കിറ്റിന്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഇതെല്ലാം പഠിക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇന്റലിജൻസുകള് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാറ് പറഞ്ഞ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഇതാക്കി എടുക്കണമെങ്കിൽ നമുക്ക് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് വേണം. പിന്നെ രണ്ടാമത്തെ എടുത്തത് കണ്ടോ, ഇതിങ്ങനെ രണ്ടാമത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിത് കറക്റ്റ് നടുക്ക് ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കും. മക്കൾക്ക് ഇത് വേണം, സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാം. ഇങ്ങനെ രണ്ട് കളറുള്ളത്, മഞ്ഞ കളർ ഉള്ളിൽ വെച്ചു ഇങ്ങനെ. എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മൾ മടക്കും. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. അത് നമ്മൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. എന്നിട്ട് ഈ മടങ്ങിയ ഭാഗമില്ലേ ഇവിടെ, ഈ മടങ്ങിയ ഭാഗം അതിനെ അതിന്റെ പകുതിക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യും. നേരത്തെ കട്ട് ചെയ്തില്ല, അങ്ങനെ തന്നെ ചെറുതായിട്ട് നമ്മൾ ചെറിയ 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 ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. നിങ്ങൾ കട്ട് ചെയ്യുമ്പോ കൈ മുറിയരുത് കേട്ടോ, സൂക്ഷിച്ച് കട്ട് ചെയ്യണം.
ഇതിലൊക്കെ നമുക്ക് ഒരു ലോജിക്കലായിട്ട് നമ്മുടെ ഇന്റലിജൻസ് വർദ്ധിക്കും. സ്പേഷ്യൽ നമ്മളിങ്ങനെ നോക്കി കാണാം. നമ്മളിത് ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഇത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, നമ്മളിപ്പോ ഇത് കാണിക്കുമ്പോൾ നമ്മൾ ഇതിൽ മുന്നേ എന്താണ് ഇതാകാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഉദ്ദേശിക്കും, ഓക്കെ ഇത് ഇന്നതാണ്, ഇങ്ങനെയാണ്. നമുക്കൊക്കെ കഴിവുകൾ കൂടും. അപ്പൊ ഇതിങ്ങനെ വന്നു. ഇനി ഇത് നിവർത്തി. അപ്പൊ നമ്മൾ രണ്ട് നിവർത്തിയില്ലേ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചെറിയൊരു കമ്പയില് ഒരു കുറച്ച് പശ, ഇതിന്റെ ഈ അറ്റത്ത് ഒരു കുറച്ച് പശ ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഇതിങ്ങനെ മടക്കും ചെറുതായിട്ട്. പശ തേച്ചു നമ്മളിങ്ങനെ മടക്കുക. മടക്കി മടക്കി ഇത് ഉണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് മടക്കുവാണേ. ചേർത്ത് മടക്കി 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 റോളാക്കും അത് മുഴുവൻ. കണ്ടോ? ഇത് നമ്മള് ഇതിന്റെ ഉള്ളിലുള്ള മൊട്ട് എങ്ങനെയാണോ അതങ്ങനെ വരും. പിന്നെ നമ്മൾ അതിനകത്ത് ഒരു കുറച്ച് പശ വെച്ചിട്ട് അതങ്ങനെ നമ്മളങ്ങ് ഒട്ടിച്ചു. ഇനി എന്താ ചെയ്യാ? നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതെടുത്തിട്ട് ഇതിന്റെ ഇവിടുന്ന് തന്നെ നമ്മൾ ഒട്ടിക്കും. ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു കുറച്ച് പശ ഇവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിന് ചുറ്റും വട്ടം വെക്കും. കണ്ടോ? ഇതിന്റെ അതികളൊന്നും പോകാണ്ട് ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ഇതിൽ ചുറ്റുവാണേ. അതികളൊന്നും ഉള്ളിൽ പോകാണ്ട് കൃത്യമായിട്ട് ചുറ്റിയാൽ നല്ല വിടർന്നിരിക്കും നമ്മളെ ചുറ്റുന്ന സമയത്ത്. ഇതൊക്കെ നമ്മുടെ ഹാൻഡിന്റെ കൈയുടെ ഈ പറഞ്ഞ എല്ലാ മസിൽസും നമുക്ക് ലൂസനാകാനും നമ്മുടെ കണ്ണുകളും കൈകളും എല്ലാം കൃത്യമായിട്ട് നമുക്കൊരു അനുപാതത്തിൽ ചെയ്യാനൊക്കെ ഉള്ള ഒത്തിരി ട്രെയിനിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ഒക്കെ നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാം കേട്ടോ. ചെയ്തിട്ട് ലാസ്റ്റ് വന്ന് നമ്മളിവിടെ ഇതൊട്ടിക്കും. ഓക്കെ, അത് കഴിഞ്ഞെന്ത് ചെയ്യും? നമ്മൾ ഈ സൈഡിലുള്ള ഇതളുകളെല്ലാം ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു പൂ കിട്ടി. കണ്ടോ? ഇഷ്ടായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു യെസ് അടിച്ചേ. ഇഷ്ടമായെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഇത് കണ്ടോ? നമ്മുടെ അഡ്മിഷന്റെ സാറേ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ അഡീഷണലാണ് കേട്ടോ. നമ്മുടെ അഡ്മിഷന്റെ സമയം അവസാനിക്കുകയാണ്. മീൻസ് ഓഫറോട് കൂടി അഡ്മിഷൻ അവസാനിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ 2,999 എന്നുള്ള റേറ്റിലേക്ക് പോകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ദെൻ ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് നാളെ മറ്റന്നാളൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചൊരു മെസ്സേജസ് പോയി നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിക്കും. എന്നിട്ട് നിങ്ങൾ ഒരു പുതിയ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു സെഷന് മുമ്പായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് കിറ്റും കാര്യങ്ങളൊക്കെ വന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മുടെ സെഷൻ പോകുന്നത്. നമ്മുടെ മെന്റേഴ്സ് ഒക്കെ ചേർന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറയാം. കാരണം നിങ്ങളുടെ കഴിവ് നമുക്ക് വളരെ പ്രധാനമാണ്. ആ കഴിവ് വളർത്താനുള്ള ഒരു സ്പേസ് ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ടാവും. 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ലഭിക്കുന്നുണ്ടാകും. അത് നമ്മൾ നാളത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ കരിയർ മെന്റർ മാസ്റ്ററിയിലുള്ളവർ, അതായത് മെന്റേഴ്സ് ആയിട്ടുള്ളവർ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. 1-2 കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും ഇറങ്ങാം. വേറെ ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് നല്ലൊരു കൈ കൊടുക്കും. യെസ് അലോണ. ഞാന് സാർ ഉണ്ടാക്കിയതിന്റെ വേറൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തേ കാണിച്ചേ? മിടുക്കി. സ്പോട്ട്ലൈറ്റ് ചെയ്തു. മിടുക്കിയാണല്ലോ. അടിപൊളിയുണ്ട് കേട്ടോ. എത്ര വയസ്സുണ്ട്? 6 years old. 6 years. 8 years. ബ്യൂട്ടിഫുൾ കേട്ടോ. ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന പൂവൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി ഒട്ടിച്ചതാണോ? പുറകിലത്തെ അത് വേറെയൊക്കെ ആണോ? നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റണ്ടേ? കോഴ്സിൽ ജോയിൻ ചെയ്തോ മോള്?
യെസ് സാർ. അപ്പൊ ഓക്കെ നമുക്ക് കാണാവേ, പനർതി കാണാം. അടുത്ത ദിവസം മീറ്റിംഗ് വിളിക്കാമേ. യെസ്, അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെ മെന്റേഴ്സ് ഞാൻ ഒരു ലിങ്ക് എവിടെ ഇടണ്ടേ? ഗ്രൂപ്പ് ഇടാനും പാടല്ലേ? ഓക്കെ, അത് സ്റ്റേ ബാക്ക് ചെയ്തു. ബാക്കി വരെ നമുക്ക് റിമൂവ് ചെയ്യാം. സ്റ്റേ ബാക്ക് ചെയ്തു. അപ്പൊ ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്. ആർക്കും ബൈ കേട്ടോ.